Thank you, Lord Jesus. I praise you, God. I love you, Jesus. ഹായ് ഡിയർ ഫ്രണ്ട്സ്, കർത്താവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന്, കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മൾ ധ്യാനിച്ചു വരുന്ന തിരുവെഴുത്തിലേക്ക് ഞാൻ പോവുകയാണ്. ഇന്ന് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ താഴെ വന്ന ഒരാൾ കമൻ്റ് എഴുതി. കമൻ്റ് ഇങ്ങനെയാണ്, അതവിടെ തന്നെ കിടപ്പുണ്ട്: സ്വർഗം ഉണ്ടെങ്കിൽ നരകവുമുണ്ട്. പൊട്ടത്തരം പ്രസംഗിക്കാതെ പൊക്കോളാം. അപ്പോൾ സ്വർഗം എക്സിസ്റ്റ് ചെയ്യുന്നത് നരകമുണ്ട് ഉള്ളത് കൊണ്ടാണെന്നുള്ളൊരു തോന്നൽ അത് വായിക്കുമ്പോൾ തോന്നിപ്പോകും. ഞാൻ ഇവിടെ വന്ന് നരകമില്ല എന്ന് പ്രസംഗിക്കാനല്ല ഈ ദിവസങ്ങളിലായിരിക്കുന്നത്. നരകമില്ല എന്ന് പറയാൻ എനിക്ക് അധികാരവുമില്ല. പക്ഷെ ബൈബിൾ നരകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതെന്താണ് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വവും ആർജവവും ഉള്ളതുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. തിരുവെഴുത്തുകളെ പരിശോധിക്കുകയാണ്. വളരെ ജെന്യൂനായിട്ട്, വേറെ ഒരു മുൻവിധി കൂടാതെ ദൈവവചനത്തെ പരിശോധിക്കുക. സോ ഞാൻ ഇന്ന് ഇത് ഉണ്ടായി വരാൻ കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് നരകം എന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം പ്രബലമായിട്ട് നിലനിൽക്കാനുള്ള കാരണം. ഇപ്പം ഞാനിവിടെ വന്ന് ഇതില്ലെന്ന് പറഞ്ഞാൽ ഉടനെ നിശ്ചയമായിട്ടും അംഗീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ എതിർക്കും. അത് വളരെ ദാക്ഷിണ്യമില്ലാതെ എതിർക്കും. എന്തുകൊണ്ട് ഹെല്ലെന്ന് പറയുന്ന ഒരു തിയറി ക്രൈസ്തവ ലോകത്ത് വളരെ ശക്തമായിട്ട് പ്രബലമായിട്ടിരിക്കുന്നു? ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായിട്ട് നരകത്തിൻ്റെ സിദ്ധാന്തം നിലനിൽക്കുന്നു? 3 പ്രധാന വീക്ഷണങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ചുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു. ഒന്നാമത്തെ വ്യൂ പോയിന്റ് ഇൻഫെർണലിസം എന്ന് പറയും. അതായത് കോൺഷ്യസ് ടോർമെൻറ്റിങ്. ബോധത്തോടെ മനുഷ്യൻ എൻലെസ്, എറ്റേണലി നരകത്തിൽ, തീയിൽ ശിക്ഷ അനുഭവിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന തിയറിയാണ് ഇൻഫെർണലിസം. നമ്മുടെ ഇവാഞ്ചലിക്കൽ സർക്കിൾ ഏറ്റവും കൂടുതൽ പ്രബലമായി വിശ്വസിക്കുന്ന വീക്ഷണം ഇതാണ്. ഇവാഞ്ചലിക്കൽ കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ ഇതാണ് പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. എന്നാൽ കുറച്ച് മാറി ചിന്തിക്കുന്ന മറ്റൊരു കൂട്ടമുണ്ട്. അത് അനിഹിലേഷനിസം എന്ന് പറയും. അനിഹിലേഷനിസം. സോ അനിഹിലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വ്യൂസ് പഠിപ്പിക്കുന്ന ധാരാളം തിയോളജിൻസ് ക്രിസ്തീയ സമൂഹത്തിലുണ്ട്, പ്രൊട്ടസ്റ്റൻസിൻ്റെ ഇടയിലുണ്ട്, പെൻഡിക്കോസ്റ്റലിലുണ്ട്. അവർ പഠിപ്പിക്കുന്നത് ഇത് താളടിയായി പോകും, ദുഷ്ടന്മാരില്ലാതെയായി പോകും. ചിലർ പഠിപ്പിക്കുന്ന ഇങ്ങനെ മരണം കൊണ്ട് തന്നെ ഇതങ്ങ് അവസാനിക്കുക. പാപിക്ക് നോ എക്സിസ്റ്റൻസ്, അദ്ദേഹത്തിന് പിന്നൊരു അവസാനമില്ല, പിന്നൊരു ജീവിതമില്ല, മരണം കൊണ്ടങ്ങ് അവസാനിക്കുക. അല്ലെങ്കിൽ നരകത്തിൽ കൊണ്ടുപോയിട്ട് കത്തിച്ച് ചാമ്പലാക്കി വെണ്ണീറാക്കി കളയുക. ദുഷ്ടന്മാർ വെണ്ണീർ പോലെ എന്നൊക്കെ വാക്യങ്ങളുണ്ട്. ഈ വാക്യങ്ങളെയൊന്നും നമുക്കെടുത്ത് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫെൻഡ് ചെയ്യാനോ അറ്റാക്ക് ചെയ്യാനോ പറ്റത്തില്ല. കാരണം ഓരോ വാക്യങ്ങൾക്കും ഓരോ വീക്ഷണകോണിൽ ഇരിക്കുന്നവർക്ക് കൃത്യമായിട്ട് അതിന് വിശദീകരണമുണ്ട്.
മൂന്നാമത്തെ ഗ്രൂപ്പാണ് യൂണിവേഴ്സലിസ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. അവർ നരകമേ ഇല്ല എന്നുള്ള ഒരു വാദഗതിയിൽ നിൽക്കുന്നു. അതിനും കൃത്യമായ വിശദീകരണം വിശുദ്ധ ബൈബിളിലുണ്ട്. നിങ്ങളത് വളരെ മനസ്സിലാക്കണം. ഇതെല്ലാം ചുമ്മാതെ വെറുതെ ആളുകൾ പറയുകയല്ല. എല്ലാറ്റിനും ബൈബിൾ തന്നെയാണ് ആധാരം. നമ്മുടെ കയ്യിലിരിക്കുന്ന തിരുവെഴുത്തുകൾ തന്നെയാണ് ആധാരം. ആ ബൈബിളിനകത്തെ വാക്യങ്ങൾ വെച്ച് തന്നെയാണ് കൃത്യമായിട്ട് ഇത് വിശദീകരിക്കുകയും ചെയ്യുന്നത്. അപ്പം ബൈബിളിനെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, തിരുവെഴുത്തുകളെ നമുക്ക് തിരുത്താനും പറ്റത്തില്ല. അപ്പോൾ ഈ 3 വീക്ഷണവും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ഇൻഫർണലിസ്റ്റ് പറയുകയാണ് അനിഹിലേഷൻ എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറയുന്നെങ്കിൽ വേദപുസ്തകത്തിലെ ഒരുപാട് വാക്യങ്ങളെ അവർ നെഗ്ലക്റ്റ് ചെയ്യേണ്ടി വരികയാണ്. അതേസമയം യൂണിവേഴ്സലിസ്റ്റ് വന്ന് പറയുകയാണ് അങ്ങനെ നരകമൊന്നും ഇന്നില്ല എന്ന് ഒരാൾ പറയുമ്പോൾ ഉണ്ടെന്ന് നമ്മൾ തെളിയിക്കാൻ പോകുമ്പോൾ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സിനെയും ദൈവത്തിൻ്റെ സ്വഭാവത്തെയും ഒക്കെ നമ്മൾ ചവിട്ടി മെതിച്ചുകൊണ്ട് മാത്രമേ ഒരു യൂണിവേഴ്സലിസ്റ്റ് നോ ഹെൽ എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കാൻ നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഒന്നും ചിന്തിക്കാതെ അങ്ങനെ ഉണ്ട്, നീ ഓടാ, അത് ഇവന്മാർ ദുരുപദേശമാണെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനും പറ്റും. അതാണ് കൂടുതൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ആളുകൾ രക്ഷപ്പെടുക, അങ്ങനെ നമ്മളെ ആക്ഷേപിച്ച് രക്ഷപ്പെടുകയാണ്. അതിനകത്തൊന്നും ഒരു ക്രിസ്തീയ മര്യാദകളൊന്നുമില്ല. വീക്ഷണകോണുകൾ ഓരോന്നും വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്വർഗം ഉണ്ടെങ്കിൽ നരകവുമുണ്ട് എന്ന് ദൃഢമായി വിശ്വസിക്കുന്ന ആളുകൾ, അവരുടെ വിശ്വാസത്തെ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം സ്വർഗത്തോളം പ്രാധാന്യം നരകത്തിനുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് അധികാരമില്ല. കാരണം അപ്പം സ്വർഗത്തിൻ്റെ എക്സിസ്റ്റൻസ് തന്നെ നരകത്തിൻ്റെ എക്സിസ്റ്റൻസാണ്. അപ്പം നരകമെന്നൊരു സംഭവം ഇല്ലെങ്കിൽ ഹെവനും ഇല്ല എന്ന് അതുപോലെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ദൈവം പിശാചില്ലെങ്കിൽ, സാത്താനില്ലെങ്കിൽ ദൈവവുമില്ല എന്ന് കർശനമായി വിശ്വസിക്കുകയും അങ്ങനെ ബുദ്ധിയിൽ ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അവരുടെ വീക്ഷണകോണുകളെ നമുക്കൊന്നും മാറ്റാൻ പറ്റത്തില്ല. അവരുടെ വിശ്വാസത്തിന് കയറി നമുക്ക് മാറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ചിന്തകൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്? ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ട ഈ പഠനം ആരംഭിക്കുമ്പോഴേ പറഞ്ഞു, നരകമില്ല എന്ന് തെളിയിക്കാനല്ല ഞാൻ നിൽക്കുന്നത്. ദയവായിട്ട് എന്നെ പിടിച്ച് ആ ഫ്രെയിമിൽ കൊണ്ടിരുത്തണ്ട. നരകമില്ല എന്നും നരകം ഉണ്ടെന്നും തെളിയിക്കുന്നതല്ല എൻ്റെ ജോലി. ഇത് രണ്ടും ഞാൻ ചെയ്തില്ല. അത് രണ്ട് ഫാക്റ്റും ഇല്ല. ആ 2 ഫിലോസഫിക്കൽ തോട്ട്സിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് വാട്ട് ദ ബൈബിൾ സെയ്സ് അബൌട്ട് ഹെൽ, അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ബൈബിൾ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്നിട്ട് ബൈബിൾ എന്ത് പറയുന്നു അത് നമുക്ക് വിശ്വസിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഉണ്ടെന്ന് പറയുന്നതും ഇല്ലെന്ന് പറയുന്നത് രണ്ടിനും തിരുവെഴുത്തുകളിൽ സപ്പോർട്ടീവായിട്ടുള്ള വേദവാഹങ്ങളുണ്ട്. ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ വേദപുസ്തകത്തിൻ്റെ ഭാഷകളെ, സംസ്കാരത്തെയും കൾച്ചറിനെയും ദൈവിക വെളിപ്പാടുകളെയും കോർത്തിണക്കി ഇല്ലെന്ന് തെളിയിക്കുന്നതാണ് എളുപ്പം. ഉണ്ട് എന്നതിന് ഇഷ്ടം പോലെ ബൈബിൾ വാക്യങ്ങളുണ്ട്. പഴയ നിയമത്തിൽ തന്നെ 64 പ്രാവശ്യം നരകം എന്ന് നമ്മുടെ പ്രിയപ്പെട്ട KJV, നമ്മുടെ കിങ്, രാജാതി രാജാവായ കിങ് ജെയിംസ്, രാജാവായ ജെയിംസ് ട്രാൻസ്ലേറ്റ് ചെയ്ത ബൈബിളിൽ 400 വർഷത്തിന് മുമ്പ് വളരെ മാന്യമായിട്ട് 64 പ്രാവശ്യം ക്രിസ്ത്യാനികൾക്ക് സംഭാവന ചെയ്തിരുന്നു നരകം എന്ന പദം. അപ്പം വേദപുസ്തകത്തിലുണ്ട്, ആ പദങ്ങളുണ്ട്. യഥാവായ യേശു ക്രിസ്തു അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുണ്ട്, പത്രോസ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബൈബിളിലെ പുതിയ നിയമത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ ഈ വിഷയങ്ങൾ കാണാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രധാന വീക്ഷണമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അതായത് എന്തുകൊണ്ട് ഈ ഒരു വിഷയം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റുന്നില്ല. അതായത് ഇത് ഇല്ലെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടാവും, എന്തുകൊണ്ട്, എവിടെയാണത് ബാധിക്കപ്പെടുന്നത്. അപ്പം നരകം എന്ന് പറയുന്ന വിഷയം ഇല്ലെന്നങ്ങ് പറയുക, ഉടനെ എന്തുകൊണ്ടത് ബാധിക്കപ്പെടും, അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറയുക ഇല്ലെന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു ഇല്ല എന്നും ഉണ്ടാകും തെളിയിക്കാനല്ല ഞാൻ നിൽക്കുന്നത്. ഞാനിത് ബൈബിൾ, വാട്ട് ദ ബൈബിൾ സേസ് അബൌട്ട് എന്നുള്ള കോൺസെപ്റ്റിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇല്ല എന്നങ്ങ് പറഞ്ഞാൽ
എന്ത് പ്രശ്നമാണ്, എന്താ പ്രശ്നം, എവിടെ അത് ബാധിക്കപ്പെടും, അവിടെയാണ് നമ്മൾ നമ്മുടെ ഫോക്കസ് കൊണ്ടുപോകേണ്ടത്. ഒന്നുകൂടെ പറയാം. നരകമില്ല എന്ന് ഞാൻ അങ്ങ് പറഞ്ഞാൽ ഉടനെ നമ്മളെ അത് ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം ആ പ്രശ്നം അത് അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണത്തെയാണ് നമ്മൾ വിശകലനം ചെയ്യേണ്ടത്. മനസ്സിലാകുന്നു? അതായത് ഇല്ല എന്ന് പറയുമ്പോൾ അത് ഏത് ഭാഗത്താണ് ബാധിക്കപ്പെടുന്നത്, എന്തുകൊണ്ട് ഇതില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടായി, എന്തുകൊണ്ട് ഇതില്ല അല്ലെങ്കിൽ നരകമില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അത് നമുക്ക് ഒരു സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നമുക്കതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതിനൊരു കാരണമുണ്ട്. ആ കാരണങ്ങളിലേക്ക് നമ്മൾ പോയി ഒരു ചെറിയൊരു അനലൈസ് ചെയ്തൊരു പഠനമാണ്. പരിശുദ്ധാത്മാവും ബുദ്ധിയും കൃപയും ഒക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് ചോദിക്കാറുണ്ട്. അത് പലതിനും മറുപടികൾ ലഭിക്കാറില്ല. പല ചോദ്യങ്ങളും ഞാൻ ക്രൈസ്തവ സമൂഹത്തോട് ചോദിക്കാറുണ്ട്. മറുപടി തരത്തില്ല, പ്രതീക്ഷയില്ല. പക്ഷേ ഇവിടുത്തെ വിദ്യാസമ്പന്നരായ തലമുറ, ശ്രേഷ്ഠന്മാരായ വിദ്യാസമ്പന്നരായ അടുത്ത തലമുറ 100% ഓരോ സഭാ-ഹാളുകളിലും എഴുന്നേറ്റ് നിന്ന് പ്രസംഗപീഠത്തിൽ നിൽക്കുന്ന പാസ്റ്റേഴ്സിൻ്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി ചോദിക്കുന്ന ചോദ്യം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്ന നാളെ ലോകത്തിലെ 100 വിദ്യാസമ്പന്നരായ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്, എഡ്യൂക്കേറ്റഡ് ജനറേഷൻ കർത്താവിന്റെ ദർശനന്മാരോട് വിരൽ ചൂണ്ടി എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ പഠിക്കണം. അല്ലാതെ ഇത് പിശാചാണ്, കൊള്ളത്തില്ല, ഇതൊക്കെ പറയുന്ന വൃത്തികെട്ടവന്മാരും ഭോഷന്മാരും യൂസ്ലെസ് ഫെലോസ് എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ ഉടനെ അവൻ കൊള്ളത്തില്ല, അവന് ദുഷ്ടനാണ്, അവന് പിശാചാണ് എന്നൊക്കെ പറയുമ്പോൾ ഓർത്തോണം, ഈ പറയുന്നവനൊരു യൂസ്ലെസ് ഫെലോയാണ്. അവൻ്റെ തലച്ചോറില്ലാത്ത ആളുകളാണ്. നെഗ്ലക്റ്റ് ചെയ്യുക, നമുക്ക് ഈസി വേ എന്ന് പറഞ്ഞാൽ നെഗ്ലക്ഷനാണ്. അതിനെ അങ്ങ് കാണാതെ പോവുക. അതൊരു ജയമായിട്ട് നമുക്ക് തോന്നും. അത് ജയമല്ല, അത് പരാജയത്തിൻ്റെ തെളിവാണ്. ഒരു കാര്യം വരുമ്പോൾ അതിനെ ഞാനത് കേട്ടതേ ഇല്ല, അല്ലെ നമുക്കത് ഡെസിൻ മൈൻഡ്, അതിനെ മൈൻഡ് ചെയ്യണ്ട എന്നുള്ള ഒരു മനോഭാവം ഉണ്ടല്ലോ, അത് പരാജിതൻ്റെ മനോഭാവമാണ്, പരാജയപ്പെട്ടവൻ്റെ മനോഭാവം. ഞാൻ നേരത്തെ റീസണിലേക്ക് വരാൻ പോകും. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? വൈ ദ വേർഡ് നോ ഹെൽ വിൽ അഫക്റ്റ് അവർ ബിലീവിംഗ് സിസ്റ്റം? എന്തുകൊണ്ട് അത് ഏത് വിശ്വാസത്തിൻ്റെ ഏത് മേഖലയാണ് അത് ഡാമേജ് ചെയ്യാൻ പോകുന്നത്? നമ്പർ 1, അവർ വ്യൂ ഓഫ് ഗോഡ്. ഒന്നാമത്തെ കാര്യം ദൈവസംബന്ധമായ നമ്മുടെ വീക്ഷണം. ദൈവസംബന്ധമായ വീക്ഷണം എങ്ങനെയാണ്? ഈ ഹെല്ലിനെ എന്തുകൊണ്ട് വേണം? അതിലാദ്യത്തെ റീസൺ പോകുന്നത് ദൈവത്തിലാണ്. കാരണം നമ്മുടെ ഇടയിലെ പഠനം ദൈവം സ്നേഹവാനാണ്. ഈ പദം ഞാൻ പറഞ്ഞ നിങ്ങളിത് എക്കോ പോലെ ലോകം മുഴുവൻ കേൾക്കുന്ന പദങ്ങളാണ്. ദൈവം സ്നേഹവാനാണ്, പക്ഷേ there's a but വരും. But he is righteous. God is love, but he is righteous. അവൻ സ്നേഹവാനാണ്, പക്ഷേ അവൻ നീതിമാനാണ്. ഈ ഒരു ചിന്ത ചെന്നവസാനിച്ചത് നമ്മൾ ഈ പറയുന്നതായ നരകത്തിൻ്റെ തിയറിയിലേക്കാണ്. നമ്മുടെ നരകം എന്ന വിഷയം എന്തുകൊണ്ട് നിലനിൽക്കുന്നു? അപ്പം നമ്മുടെ ചർച്ചുകളിൽ നരകം എന്ന വിഷയം ഇല്ലെന്ന് ഞാൻ പറയുമ്പോൾ പടന്നിങ്ങനെ പൊട്ടും. ഞാൻ ചുമ്മാതെ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ എന്നെ ഇവരെല്ലാം കൂടെ ചീത്ത വിളിച്ചപ്പോൾ ഞാൻ അതിന് മറുപടി കൊടുത്തായിരുന്നു. മറുപടി ഇച്ചിരി രോഷമായി പോയ ശരിയാണ്, എനിക്കറിയാം. അതൊരു ക്രിസ്തീയ രീതിയിലല്ല കൊടുത്തത്, ഒരു സാധാരണ മനുഷ്യന്റെ രീതി. ഞാൻ പറഞ്ഞു,
ദാറ്റ് യു ആർ പ്രീച്ചിങ്. നിങ്ങൾ പ്രസംഗിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ഹെവനിലും ഹെല്ലിലും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കറിയാം, നെക്സ്റ്റ് വീക്ക് വേൾഡ് വൈഡായിട്ട് ഞായറാഴ്ചകളിൽ അവരുടെ സഭായോഗങ്ങളിൽ ഉപയോഗിച്ച വീഡിയോ ക്ലിപ്പ് അതായിരുന്നു. എന്നിട്ട് അന്ന് മുതൽ എനിക്കൊരു പേര് കിട്ടി, ജോൺ ലോറൻസ്. സ്വർഗവുമില്ല നരകവുമില്ല. എന്തുവാ ഈ പറയുന്നത്, എന്താ കേൾക്കുന്നത് എന്നതിന് ഒരു ബോധവുമില്ലാത്ത, നാട്ടിൽ പറഞ്ഞ ഒരു ചക്കയില്ല ചക്കക്കുരുവും തലയിലില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ. അങ്ങനെയുള്ളിടത്തോളം കാലം നമുക്ക് കാര്യങ്ങൾ പറയുന്നതിനകത്ത് എത്ര പേരത് ഗൗരവത്തിലെടുക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞു വന്നത് ദൈവസംബന്ധമായ വീക്ഷണമാണ്. നരകമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ, ഞാൻ പറയുന്നു പറഞ്ഞില്ല, പറഞ്ഞാൽ ജനത്തെ പ്രകോപിപ്പിക്കാനും അല്ലെങ്കിൽ ഉടനെ അങ്ങ് ഉണ്ടെന്ന് തെളിയിക്കാനുള്ള വീഡിയോ പുറത്തു വരുന്നതിൻ്റെ കാരണം ആ വേർഡ് അവരുടെ തിയോളജി എവിടെയോ തൊട്ടു. അവരുടെ വേദശാസ്ത്രത്തിൻ്റെ ഏതോ അടിത്തറയിലെ കല്ലിനെ ടച്ച് ചെയ്തു. ആ ടച്ച് ചെയ്തപ്പോൾ നിശ്ചയമായിട്ടും അത് ഉണ്ടെന്ന് തെളിയിച്ചേ പറ്റും. അതിലെ ആദ്യത്തെ പ്രശ്നമാണ് ഗോഡ് തിയോളജി, ദൈവസംബന്ധമായ വിഷയം. എന്താ ദൈവസംബന്ധമായിട്ടുള്ള നമ്മുടെ വെസ്റ്റേൺ ഗോസ്പലിൻ്റെ വീക്ഷണം? നമ്മുടെ പാശ്ചാത്യ സുവിശേഷത്തിൻ്റെ വീക്ഷണം എന്താ ദൈവത്തെ സംബന്ധിച്ച്? ഗോഡ് ഈസ് ലവ്. അതവർ നെഗ്ലക്റ്റ് ചെയ്യുന്നില്ല. ദൈവം സ്നേഹവാനാണ്. പക്ഷെ വേറൊരു അടുത്തൊരു പക്ഷേ ദൈവം നീതിമാനാണ്. ദൈവം സ്നേഹവാനാണ്, പക്ഷേ ദൈവം നീതിമാനാണ്. ഈ പക്ഷേ എന്ന് പറയുമ്പോൾ ഓർത്തോണം, സ്നേഹത്തിന് ഒരു ലിമിറ്റേഷൻ വരികയാണ്. സ്നേഹത്തിനകത്തൊരു കണ്ടീഷൻ വരികയാണ്. അപ്പൊ ദൈവം സ്നേഹമാണെന്നുള്ള സത്യം അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അവൻ നീതിമാനും കൂടെയാണ്. അവൻ നമ്മൾ ദൈവസ്നേഹത്തെയും ദൈവനീതിയെയും രണ്ട് പ്രധാനപ്പെട്ട ബാലൻസ് പാനിൽ വെച്ചിരിക്കുക. അതായത് ഒരു ത്രാസിന്റെ രണ്ട് തട്ടികളിൽ വെച്ചിരിക്കുകയാണ്. ഇഫ് ഗോഡ് ഈസ് റൈച്ചസ്, ഗോഡ് ഈസ് ലവ്. ഈ തിയറി വളരെ പ്രബലമാണ് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ, വളരെ പ്രബലമാണ്. ഈ തിയറി ആദിമ നൂറ്റാണ്ടിലെ സഭയിൽ പ്രസംഗിക്കപ്പെട്ടിരുന്നില്ല. 2-ാം നൂറ്റാണ്ടിൽ പ്രസംഗിച്ചിരുന്നില്ല, 3-ാം നൂറ്റാണ്ടിൽ പ്രസംഗിച്ചിരുന്നില്ല, 4-ാം നൂറ്റാണ്ടിൽ പ്രസംഗിച്ചിരുന്നില്ല, 5-ാമത്തെ നൂറ്റാണ്ടിലും പ്രസംഗിച്ചിരുന്നില്ല. പിന്നെ അത് പാശ്ചാത്യ സുവിശേഷമായിട്ട് പോയപ്പോൾ അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി വന്നു. 10-ാമത്തെ നൂറ്റാണ്ട് വന്നപ്പോൾ അല്ലെങ്കിൽ 11-ാം നൂറ്റാണ്ട് വന്നപ്പോൾ ഒരു ഇംഗ്ലണ്ടിലെ ആർച്ച് ബിഷപ്പായ പേരെന്താ മറന്നുപോയല്ലോ, പെട്ടെന്ന് അങ്ങ് മറന്നുപോയി. ഞാൻ ഓർക്കുമെന്നേ പറയാം. ഒരു കോണ്ടംപററി ആൻസലാം പെട്ടെന്നൊരു മെമ്മറി അങ്ങ് പോയി. ആൻസലാം എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ് ഓഫ് ഇംഗ്ലണ്ടിലെ ആർച്ച് ബിഷപ്പ്, അദ്ദേഹത്തിൻ്റെ ഒരു തിയറി രംഗത്ത് വന്നു. ആദ്യത്തെ 10 നൂറ്റാണ്ടുകൾ ക്രൈസ്തവ സഭ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യം. 10-ാമത്തെ നൂറ്റാണ്ടിൽ ആദ്യത്തെ 1000 വർഷം യേശു, അപ്പോസ്തലന്മാർ, അപ്പോസ്തോലിക പിതാക്കന്മാർ, സഭാപിതാക്കന്മാർ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കർത്തൃദാസന്മാരും പഠിച്ചിട്ടില്ലാത്ത, പറഞ്ഞിട്ടില്ലാത്ത ഒരു തിയറിയുമായിട്ട് ആൻസലാം എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ് രംഗത്ത് വരികയാണ്. അദ്ദേഹത്തിൻ്റെ തിയറിയിൽ അദ്ദേഹം താമസിച്ചിരുന്ന ലോകം ഒരു ഫ്യൂഡൽ വ്യവസ്ഥയിലാണ്. ഫ്യൂഡൽ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ജന്മികളും അടിയാളന്മാരുമുള്ള ഒരു കാലം. ഫ്യൂഡൽസ് വലിയ വലിയ സ്വത്തുകളുടെ ഉടമകളായിരിക്കുന്ന ധനവാന്മാരായ യജമാനന്മാരും അവരെ സേവിക്കുന്ന ദാസന്മാരുമുള്ള ഒരു വ്യവസ്ഥയിലായിരുന്നു ഈ നൂറ്റാണ്ടുകളിൽ ലോകമായിരുന്നത്. അപ്പോൾ ആ നൂറ്റാണ്ടിൽ ഒരു യജമാനനെ, ഒരു ഭൂവുടമയെ അല്ലെങ്കിൽ ഒരു ഹയർ പൊസിഷനിൽ നിൽക്കുന്ന ഒരാളെ ആ ദേശത്ത് ഒരു സാധാരണക്കാരൻ അടിച്ചാൽ
അല്ലെങ്കിൽ ഉപദ്രവിച്ചാൽ, തെറ്റ് ചെയ്താൽ അദ്ദേഹത്തിന് കിട്ടുന്ന ശിക്ഷ അതേ മനുഷ്യൻ ഒരു സാധാരണക്കാരനെ ഉപദ്രവിച്ചാൽ കിട്ടുന്ന ശിക്ഷയല്ല. അതായത് എന്നെ പോലെയുള്ള സാധാരണക്കാരനെ ഞാൻ തല്ലിയാൽ അതിൻ്റെ ശിക്ഷയല്ല ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനെ തല്ലിയാൽ, ആ ശിക്ഷയല്ല ഞാനൊരു മന്ത്രിയെ തല്ലിയാൽ, ആ ശിക്ഷയല്ല ഞാനൊരു പ്രസിഡന്റിനെ തല്ലിയാൽ, ആ ശിക്ഷയല്ല ഞാനൊരു രാജാവിനെ തല്ലിയാൽ. അപ്പം അടിച്ചത് സെയിമാണ്, അതായത് ചെയ്ത തെറ്റ് സെയിമാണ്. എല്ലാവരും അടിയെന്ന് പറയുന്നത് അത് ചെറിയ ആളിനും ഉള്ളത് രാജാവിന്. പക്ഷേ ശിക്ഷ എന്ന് പറയുന്നത് ആരെ അടിച്ചു എന്നതുമായിട്ടാണ് ബന്ധം. നിങ്ങൾ ശ്രദ്ധിക്കണേ, ആരെ അടിച്ചു എന്നതുമായിട്ടാണ് ബന്ധം. അപ്പം ഈ മനുഷ്യൻ രാജാവിന് നേരെ ചെയ്യുന്ന തെറ്റും സാധാരണക്കാരന് നേരെ ചെയ്യുന്ന തെറ്റും സെയിമാ. പക്ഷേ ആർക്ക് നേരെ ചെയ്യുന്നു ആ വ്യക്തി അലങ്കരിക്കുന്ന പദവി ഈ തെറ്റ് ചെയ്തവന്റെ ശിക്ഷയുടെ കാഠിന്യത്തെ വർദ്ധിപ്പിക്കും. ആൻസലാമായത് പഠിപ്പിച്ചത് ബൈബിളല്ല കേട്ടോ, ആൻസലാം. അപ്പൊ ആൻസലാം പഠിപ്പിക്കുകയാണ്, അങ്ങനെ ദൈവം നിത്യനായ ദൈവമായതുകൊണ്ട് മനുഷ്യൻ നിത്യനായ ദൈവത്തോട് പാപം ചെയ്തതുകൊണ്ട് ആ പാപത്തിന്റെ ശിക്ഷ നിത്യശിക്ഷയായിരിക്കും. ഇത്ര മനോഹരം നോക്കിയേ, ബ്യൂട്ടിഫുൾ ആയിട്ട് പഠിപ്പിച്ചു. കാരണം പക്ഷെ വേറൊരു രസകരമായ ട്രൂത്ത്, ഈ മനുഷ്യനെന്ന് പറയുന്ന ആള് നിത്യനാണെന്ന് ഇനി നമ്മൾ വരുത്തണം. മനസ്സിലാകുമോ? നിത്യനായ ദൈവത്തോട് പാപം ചെയ്ത മനുഷ്യൻ നിത്യശിക്ഷാവിധിക്ക് യോഗ്യനായി. അപ്പൊ ദൈവം നിത്യനായതുകൊണ്ട് തെറ്റ് ചെയ്ത മനുഷ്യൻ എത്ര മണ്ണാന്നേലും അവന് നിത്യനായ ദൈവത്തോട് തെറ്റ് ചെയ്തുകൊണ്ട് അവന്റെ ശിക്ഷ നിത്യമായിരിക്കും. ഭയങ്കരമായിട്ടുള്ള തിയറിയാണ്. അപ്പൊ ഈ മണ്ണാങ്കട്ട മനുഷ്യൻ, ഈ മണ്ണിൽ നിന്ന് വന്ന ഈ മനുഷ്യൻ, ഇവനെ ഇനി എന്ത് ചെയ്യണം? നിത്യനാക്കണം. നിത്യനാക്കിയിട്ട് നിത്യശിക്ഷയിലേക്ക് കൊണ്ടുപോകണം. എന്തൊരു രസകരമായി നോക്കി ദൈവത്തിന്റെ തിയറി, ദൈവത്തെക്കുറിച്ചുള്ള തിയറിയാണ്. ഈ തിയറിയാണ് പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ് എന്ന് പറയുന്നത്, PSA എന്ന് പറയും. ഞാൻ കുറേ വർഷങ്ങൾ ഇത് പഠിപ്പിച്ച ആളാണ്. പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ് എന്ന തിയറി 50-ലധികം മണിക്കൂറുകൾ പഠിപ്പിച്ചതിൻ്റെ വീഡിയോ കേസസ് എൻ്റെ കയ്യിലുണ്ട്. ഞാനത് പബ്ലിക്കിൽ കൊടുക്കുന്നില്ല ഇപ്പം, കാരണം ഇനിയും ജനത്തെ തെറ്റിക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് വെസ്റ്റേൺ ഗോസ്പലാണ്. വെസ്റ്റേൺ തലമുറ, വെസ്റ്റേൺ ഗോസ്പലിൻ്റെ ബേസ് എന്ന് പറയുന്നത് പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ് ആണ്. ഞാൻ പറഞ്ഞില്ല, നരകമെന്ന് കേട്ടാൽ നമ്മുടെ നാട്ടിലില്ല, കേരളമെന്ന് കേട്ടാൽ കത്തണം, നമ്മുടെ തിളക്കണം, നമ്മുടെ സിരകളിൽ രക്തം എന്ന് പറഞ്ഞ പോലെ നരകമെന്ന് കേട്ടാൽ നമ്മുടെ സിരകളിൽ രക്തം തിളക്കണം ക്രിസ്ത്യാനിക്ക്. അങ്ങനെ നമ്മുടെ നരമ്പിൽ പിടിച്ചിരിക്കുന്ന, രക്തത്തിൽ പിടിച്ചിരിക്കുന്ന ഒരു സൂത്രമായത്. ഇതെങ്ങനെ വന്നതെന്നാ പഠിപ്പിക്കുന്നത്. അതില്ലെന്നങ്ങനെ പറഞ്ഞാൽ നിങ്ങളെല്ലാം കൂടെ എന്നെ തല്ലിക്കൊന്ന് നരകത്തിൽ വിടും, അത് വേറെ കാര്യം. വന്നത് ദ വ്യൂ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വ്യൂസ്. അപ്പം പീനൽ സബ്സ്റ്റിറ്റ്യൂട്ട് അറ്റോൺമെന്റ് എന്ന തിയറി ആൻസലാം പഠിപ്പിച്ചു. ആൻസലാം ആരായിരുന്നു? ആൻസലാം ഒരു വക്കീലായിരുന്നു. അപ്പം ഈ വക്കീലിൻ്റെ ബുദ്ധി എപ്പോഴും അങ്ങനെ ആ ഒരു കോടതി പരമായിട്ടുള്ള ബുദ്ധി, ആ ബുദ്ധിയിലേക്ക് പോകും. കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറിയെ വളരെ ശക്തമായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് കൊണ്ടുവരാൻ വേറൊരു വക്കീൽ വന്നു. ആ വക്കീലിൻ്റെ പേരാണ് ജോൺ കാൽവിൻ. ജോൺ കാൽവിൻ എന്ന വക്കീല് ആ തിയറിയെ നമ്മുടെ ലോകം മുഴുവൻ തൻ്റെ പഠനങ്ങളിലൂടെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം മാർട്ടിൻ ലൂതർ വന്നു, അദ്ദേഹവും വക്കീൽ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം അന്ന് വന്ന മുഴുവൻ വേദപണ്ഡിതന്മാരും നിയമ ബിരുദധാരികൾ അല്ലെങ്കിൽ നിയമ പ്രൊഫഷണൽസ്, അല്ലെങ്കിൽ എന്ന് പറയുന്നത് അവര് നിയമത്തെ കൈകാര്യം ചെയ്യുന്ന ലോയേഴ്സ് ആയിരുന്നു. അപ്പോൾ ഒരു ലോയറിനെ സംബന്ധിച്ചോളം ലോയറിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ പണിഷ്മെന്റ്, ഒഫൻസ്, സിന്ന്, ദൈവത്തിനെതിരെയുള്ളത്, രാജാവിനെതിരെയുള്ളത്,
ഇതെല്ലാം കൂടെ മൈൻഡ് വരുമ്പോൾ അവരുടെ കണ്ണ് ഒരു കോടതിയിലേക്ക് തന്നെ പോകത്തു. നമ്മുടെ കർത്താവ് ക്രൂശിൽ ചെയ്ത പ്രവൃത്തിയെ ഈ ഒരു വീക്ഷണകോണിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പിറകിൽ വന്ന ആൾ ആൻസലാമിൻ്റെ തിയറിയാണ് ഇന്ന് നമ്മുടെ വെസ്റ്റേൺ തിയോളജിക്കൽ സ്കൂളിൻ്റെ ബേസ്മെൻറ്റ്. അതിനകത്ത് ആ തിയറിയുടെ പ്രധാന പ്രശ്നം ദൈവമാണ്, ഗോഡാണ്. ദൈവം നീതിമാനാണ്, പക്ഷെ ദൈവം സ്നേഹമാനാണ്, പക്ഷെ നീതിമാനാണ്. അവന് രക്ഷിച്ചേ പറ്റൂ, പക്ഷെ അവന് ശിക്ഷിച്ചേ പറ്റൂ. അപ്പൊ ശിക്ഷയും രക്ഷയും കൂടെ ഒരുമിച്ച് കൊടുക്കണം, എന്നാലേ ദൈവം നീതിമാനാകത്തു. അപ്പം നമ്മൾ പഠനം നോക്കിയേ, പാപത്തിന് പരിഹാരം എന്താണ്? ശിക്ഷയാണ്. ഇത് വാസ്തവത്തിൽ നമ്മുടെ ലോകമനുഷ്യന്റെ കുഞ്ഞു ബുദ്ധിയിലുള്ളതാണ്. ഒരു തെറ്റ് ചെയ്താൽ ഉടനെ ആ ആളിനെ എന്ത് ചെയ്യണം? ശിക്ഷിക്കണം. ഞാൻ ചോദിക്കുകയാണ്, ഇതിനെയാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്, റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്. റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരത്തിന് പകരം, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അത് കർശനമായിട്ട് അനുഭവിക്കണം. ഈ റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ക്രൈസ്തവ സമൂഹത്തിൽ വളരെ പ്രബലമാണ്. ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിലവിലുള്ള എല്ലാ സഭകളും, പിന്നെ നമ്മളെപ്പോലുള്ള ദുരുപദേശ സംഘടനകൾ ഒഴിച്ച് ബാക്കിയല്ല വിശുദ്ധന്മാരുടെ പൂർണ്ണ സുവിശേഷ എന്ന് പറഞ്ഞാൽ എന്താ, സത്യസുവിശേഷത്തിന്റെ പോരാളികളായിട്ടുള്ള ആളുകളുടെ എല്ലാ സഭകളിലും പഠിപ്പിക്കുന്നത് ഈ ആൻസലാമിന്റെ തിയറിയാണ്. ആ തിയറിയിൽ പ്രബലമായി നിൽക്കുന്ന ഘടകം Christ, God is the God of love, the same time God is the God of righteousness. So if someone is doing some sin against God, the God is eternal. That's why the person has to be suffered eternally. So eternal suffering ഉണ്ടായെങ്കിലേ God's justice satisfied ആകത്തുള്ളൂ. That's why hell എന്ന് പറയുന്നത്, hell is existing because to satisfy the righteousness and justice of God. Beautiful theory. അതാണ് നരകമെന്ന വിഷയം നിലനിൽക്കാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള തിയറി. ഇതുള്ളിടത്തോളം കാലം നോബഡി വിൽ അക്സെപ്റ്റ് ഇറ്റ്. ഒരാൾക്ക് പോലും ഇതില്ലെന്നോ മാറ്റി ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇത് ദൈവവുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആണ്. അതായത് ഇന്നത്തെ നരക സിദ്ധാന്തം ദൈവവുമായിട്ട് വളരെ വളരെ അടുത്ത് ഇഴകി നിൽക്കുക എന്ന് പറഞ്ഞാൽ നരകമില്ലെങ്കിൽ പിന്നെ ദൈവവും ഇല്ലാതായി പോവുക. അപ്പം ദൈവം പോലും നിലനിൽക്കുന്നത്, ദൈവം പോലും ഇന്ന് നമ്മുടെ ക്രൈസ്തവ സഭയിൽ ദൈവമായിട്ട് നിൽക്കുന്നത് നരകമെന്ന് പറയുന്ന വിശേഷ സ്ഥലമുള്ളത് കൊണ്ടാണ്. ഞാനീ പറയുന്നത് കേൾക്കുവാൻ ചെവിയുള്ളവർ കേൾക്കുക, കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കുക. കാരണം ഞാൻ ആരുടെയും ഉള്ളിൽ ഇത് നിർബന്ധമായിട്ട് തരിക, നമുക്ക് ഒരുമിച്ച് പഠിക്കുകയാണ്. അപ്പൊ സെന്റ് ആൻസലാമിന്റെ പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ് എന്ന തിയറിയുടെ ബേസിലാണ് നമ്മൾ ഇന്ന് ദൈവത്തെ കാണുന്നത്. കാരണം നമ്മൾ വ്യാഖ്യാനിക്കുന്ന ലവ് പോലും വ്യാഖ്യാനിക്കുന്നത് എന്താണ്? അൺകണ്ടീഷണൽ ലവ്. അഗാപ്പെ എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് ആണ്, അൺകണ്ടീഷണൽ ലവ് ആണ്, അതർ സെന്റേഡ് ലവ് ആണ്. ആ സ്നേഹത്തിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയാണ് പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ് അല്ലെങ്കിൽ ആൻസലാമിന്റെ തിയറി. ദൈവ സ്നേഹമാണ്, പക്ഷെ അതേസമയം ദൈവം എന്ത് ചെയ്യുക? ജസ്റ്റിസ് ഉള്ളവനാണ്, ദൈവം നീതിമാനാണ്. ദൈവം നീതിമാൻ തന്നെയാണ്. സോ ദൈവത്തിന് കരുണ മാത്രമല്ല ഉള്ളത്, ദൈവത്തിന് കോപവുമുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണേ, ലവ് ആണ്, ജസ്റ്റിസ് ഉണ്ട്, മേഴ്സിഫുൾ മാത്രമല്ല റൈച്ചസ് ആണ്, അതേസമയം അവൻ കൈൻഡ്നെസ് ഉണ്ട്, അതേസമയം അവൻ ആങ്കറും ഉണ്ട്. അപ്പം
ദ ബൈബിൾ പറയുന്നു ഗോഡ് ഈസ് റൈച്ചസ് എന്നല്ല എഴുതിയത്, ഗോഡ് ഈസ് ലവ്. ദൈവത്തിൻ്റെ സബ്സ്റ്റൻസ്, ദ സബ്സ്റ്റൻസ് ഓഫ് ഗോഡ് ഈസ് അഗാപ്പെ. ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷത തന്നെ സ്നേഹമാണെന്ന്. സ്നേഹം. അപ്പം ഈ ജസ്റ്റിസ് ആണെങ്കിലും മേഴ്സി ആണെങ്കിലും ആങ്കർ ആണെങ്കിലും കോപമാണെങ്കിലും എന്തോ ആയിക്കോട്ടെ, ഏത് ഘടകം, ഏത് ആട്രിബ്യൂട്ട്സ് ആയിക്കോട്ടെ, എന്ത് ക്യാരക്ടർ ആയിക്കോട്ടെ, ഇറ്റ് ഹാസ് ടു ബി അലൈൻഡ് വിത്ത് ദ നേച്ചർ ഓഫ് ഗോഡ്, ദ ലവ് ഓഫ് ഗോഡ്. അപ്പം നമ്മൾ ആൻസലാമിന്റെ തിയറിയിൽ കൊണ്ടുവരുമ്പോൾ ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് റൈച്ചസ് മീൻസ് ഗോഡ് ഹാസ് ടു ഫേസസ്. ദൈവത്തിന് രണ്ട് മുഖമാണെന്നാ. അപ്പോൾ രണ്ട് മുഖമുള്ള ഒരാളെ നമുക്ക് എങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? എൻ്റെ ക്വസ്റ്റ്യൻ അതാണ്. ക്യാൻ യു ട്രസ്റ്റ് എ പേഴ്സൺ ദോസ് ഹു ഹാവ് ടു ഫേസസ്? ഐ വോണ്ട് ട്രസ്റ്റ് ദാറ്റ് പേഴ്സൺസ്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ സുഹൃത്തുക്കളിൽ കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കുന്ന ആരുമായിട്ടും ഞാൻ സൗഹൃദം കൂട്ടാറില്ല. കാര്യങ്ങൾ രഹസ്യം എന്ന് പറഞ്ഞാൽ ഒരു സുഹൃത്ത് ബന്ധത്തിൽ അറിയേണ്ട കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട്, അത് ആരോടും പറയാതെ മറച്ചു വെച്ച് ഇരിക്കുന്ന ഒരാളുകളുമായിട്ട് എനിക്ക് ബന്ധമേ ഇല്ല. ഞാൻ അവരോട് കൂട്ടുകൂടത്തില്ല. ഐ ഡോണ്ട് ഹാവ് എനി റിലേഷൻ. അങ്ങനെ അവരാളെ നമ്പാൻ പറ്റത്തില്ല. കാരണം അവർക്ക് രണ്ട് സ്വഭാവം. ഇപ്പം ദൈവത്തിന് രണ്ട്, പുള്ളി ഇപ്പം സ്നേഹത്തിലാണോ നീതിയിലാണോ എന്ന് നമുക്കറിയത്തില്ല. വി ഡു നോട്ട് നോ. കാരണം നമ്മുടെ പ്രിസെപ്ഷൻസ് ഒത്തിരി പരിമിതികളുണ്ട്. വി ആർ ലിമിറ്റഡ് ആണ്. വി ഡു നോട്ട് നോ ഹൗ ടു റെക്കഗ്നൈസ് വെദർ ഗോഡ് ഈസ് ഇൻ ലവ് ഓർ ഏത് മോഡിലാണെന്ന് അറിയാൻ പറ്റത്തില്ല. ഏത് നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞാൽ ദൈവം ഏത് മൂഡിലാണെന്ന് അറിയത്തില്ല. സോ സച്ച് ഗോഡ് വി കനോട്ട് ട്രസ്റ്റ് ദാറ്റ് ഗോഡ്. കാരണം ദൈവത്തിൻ്റെ ഡുവൽ പേഴ്സണാലിറ്റി, ഒരു സൈഡിൽ അവൻ ലവ് ആണ്, അതേസമയം റൈച്ചസ് ആണെന്ന് പറയിപ്പിക്കുമ്പോൾ ഡുവൽ പേഴ്സണാലിറ്റിയാണ്. നോ ബഡി ക്യാൻ ട്രസ്റ്റ് സച്ച് ഗോഡ് ബിക്കോസ് ഹൗ യു നോ ദാറ്റ് ഹീസ് ഇൻ ദ ലവ് മോഡ്? അദ്ദേഹം സ്നേഹത്തിലാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതോ പുള്ളി ഇപ്പം കോപത്തിലാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അപ്പം ഈ വ്യൂ ആണ്, ഈ ഒരു വ്യൂവിൽ നരകം വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം എറ്റേണൽ ജഡ്ജ്മെന്റ് വേണം. കാരണം ഗോഡ് ഈസ് എറ്റേണലി റൈച്ചസ്, ഗോഡ് ഈസ് എറ്റേണൽ കിങ്. മനുഷ്യൻ പാപം ചെയ്തത് എറ്റേണൽ ദൈവത്തോടാണ്. സോ എറ്റേണൽ ദൈവത്തോട് പാപം ചെയ്തുകൊണ്ട് ചെയ്തതെല്ലാം നിത്യമായിരിക്കണം. നിർബന്ധമായത് യേശുവിൻ്റെ നിർബന്ധമല്ല, ബൈബിളിൻ്റെ നിർബന്ധമല്ല, ആദിമസഭയുടെ നിർബന്ധമല്ല. പക്ഷെ നമ്മുടെ ആൻസലാമിൻ്റെ നിർബന്ധമാണ്. ആൻസലാമിൻ്റെ നിർബന്ധമാണ്. ആൻസലാം നിർബന്ധമാണത്. കാരണം ദൈവം വലിയവനായതുകൊണ്ട് ചെയ്തവൻ്റെ ഏതവൻ തെറ്റ് ചെയ്താലും ദൈവത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടണം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ദൈവത്തിൻ്റെ എന്തുവാ എറ്റേണൽ ആ ഒരു ചിന്ത നമ്മൾ എടുത്തിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ കാലുകൊണ്ട് മെതിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, രണ്ട് സ്വഭാവമുള്ള ഒരു ദൈവം. അപ്പം ദൈവം നിത്യനാണെന്ന് മാത്രം എടുക്കുക, നിത്യം ദൈവ സ്നേഹമാണെന്ന് എടുത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതയിൽ ഏറ്റവും പ്രാധാന്യം ദൈവം നിത്യനാണെന്നുള്ളതല്ല. അങ്ങനൊരു കോൺസെപ്റ്റിലല്ല ദൈവം നിൽക്കുന്നത്. ദൈവം സ്നേഹമാണെന്നുള്ള. അപ്പം ദൈവത്തിൻ്റെ സബ്സ്റ്റൻസ് എറ്റേണൽ എന്നുള്ളതല്ല, ലവ് എന്നുള്ളത്. അപ്പം സ്നേഹനിധിയായ ദൈവത്തോട് മനുഷ്യൻ പാപം ചെയ്തു എന്ന് വരുത്തേണ്ടതിന് പകരം നിത്യനായ ദൈവത്തോട് പാപം ചെയ്തു എന്നായി. മനസ്സിലാവുന്നുണ്ടോ? ഈ നിത്യനായ ദൈവം എന്താ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് നിത്യത? ഇനി നമ്മൾ അതറിയണം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എറ്റേണിറ്റി? ഇൻഫിനിറ്റ് എന്ന് പറയും നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇൻഫിനിറ്റി, സോ ബിഗിനിങ്ങും ഇല്ല എൻഡും ഇല്ല, ഇൻഫിനിറ്റ് ആണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ ബൈബിളിൻ്റെ എറ്റേണിറ്റി എന്തോന്ന്? ബൈബിളിൻ്റെ എറ്റേണിറ്റി ഈസ് എ സർക്കിളാണ്. ദാറ്റ് ഈസ് പെരികൊറേസിസ് എന്ന് പറയും. പെരികൊറേസിസ് മീൻസ് ഫാദർ, സൺ, ഹോളി സ്പിരിറ്റ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായി ഈ മൂന്ന് വ്യക്തികൾ ഒരുമിക്കുകയാണ്. മൂന്ന് വ്യക്തികൾ ഒരുമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സർക്കിളുണ്ട്. ഈ സർക്കിളിനെയാണ് എറ്റേണൽ എന്ന് പറയുന്നത്. എറ്റേണൽ എന്ന് പറയുന്നത് സർക്കിളിനകത്ത് എന്താ പ്രത്യേകത? സർക്കിളിന് ബിഗിനിങ്ങും ഇല്ല എൻഡും ഇല്ല. ഗോഡ് ഈസ് എറ്റേണൽ മീൻസ്
God is in a circle എന്നാണ്. Eternal God means God is in a circle. That means he is the Son, Father, Son and Holy Spirit എന്ന 3 വ്യക്തികളുടെ ഒരു സർക്കിളാണ്, അല്ലെങ്കിൽ ഒരു റിലേഷണൽ മോഡാണ്. ഇതിനെയാണ് ബൈബിൾ വിളിക്കുന്ന നിത്യത. കാരണം ഈ സർക്കിളിനകത്ത് ഒരിക്കലും ആരംഭമില്ല, അവസാനമില്ല. ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ഡ്യൂറേഷൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞൻ ബുദ്ധിയിൽ എന്താ, ഇന്നലെ ഉണ്ടായിരുന്നു നാളെ ഉണ്ടാകും, അതാ നമ്മുടെ നിത്യത. പക്ഷെ ദൈവത്തിന്റെ കണ്ടിലെ നിത്യത എന്ന് പറഞ്ഞാൽ ദേ ആർ സർക്കിൾ. ദാറ്റ് മീൻസ് that is the perichoresis, that is the revelation of Trinity. Trinity itself എന്ന് പറയുന്നത് തന്നെ is a message of eternal God. No beginning, no end. എവിടെ തുടങ്ങിയെന്ന് അറിയത്തില്ല, എവിടെ അവസാനിച്ചെന്ന് അറിയത്തില്ല. Because God has no end, God has no beginning. God is the beginning and God is the end. That is eternity. പക്ഷെ ആൻസലാമിന്റെ ചിന്തയിൽ is talking about the duration. അത് ടൈം ആൻഡ് സ്പേസ് ആണ്. ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുന്നത് ദൈവത്തെ കൊണ്ടുവന്ന് എവിടെ കാണിച്ചേക്കുക? ടൈം ആൻഡ് സ്പേസിൽ കാണിച്ചേക്കുക. ആദം പാപം ചെയ്യുമ്പോൾ ദൈവം ടൈം ആൻഡ് സ്പേസിൽ വന്നിരുന്നില്ല. ദൈവം ടൈം ആൻഡ് സ്പേസിലേക്ക് എൻ്റർ ആയത്, പ്ലഗ് ഇൻ ചെയ്തത് മറിയയുടെ, പരിശുദ്ധ മാതാവായ മറിയയുടെ ഉദരത്തിൽ പിറന്നപ്പോഴാണ്. മറിയയുടെ ഉദരത്തിൽ യേശു കർത്താവ് ഭൂജാതനായപ്പോഴാണ് ദേവാദി ദൈവം ഈ എവർ ലാസ്റ്റിംഗ് ഗോഡ് ടൈം ആൻഡ് സ്പേസിലേക്ക് എൻ്റർ ആയത്. ടൈം ആൻഡ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ കാണുന്ന മെറ്റീരിയൽ വേൾഡിലേക്ക് എൻ്റർ ആകുക. അതുവരെ ഈ ട്രിനിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് മോഡിലായിരുന്നു. ആ ഇൻഫിനിറ്റ് മോഡിൽ നിന്ന് ആ ട്രിനിറ്റിയിലെ ഒരു പേഴ്സൺ വയേർഡ് ടു ദ, വയേർഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? വയേർഡ് ടു ദ ഹ്യൂമാനിറ്റി, ടു ദ വേൾഡ്, ടു ദ കോസ്മോസ്. അതാണ് നല്ല വാക്ക്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കോസ്മോസ് എന്നാണ്. ദ ട്രയൂൺ ഗോഡിലെ സൺ ഓഫ് ഗോഡ് വയേർഡ് ടു ദ കോസ്മോസ് എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച ഈ കോസ്മോസിലേക്ക്, ഈ ഓൾ പ്രപഞ്ചത്തിലേക്കാണ് വരുന്നത്. ആ പ്രപഞ്ചത്തിലെ സ്പോട്ട് ഭൂമിയാണ്. ആ ഭൂമിയിലെ സ്പോട്ട് ബെയ്ത്ലഹേമാണ്. ആ ബെയ്ത്ലഹേമിൽ മറിയയുടെ ഉദരത്തിൽ സ്പർശം. അപ്പം ഹ്യൂമാനിറ്റിയിലൂടെ കോസ്മോസിനെ ടച്ച് ചെയ്യുക. അങ്ങനെ എറ്റേണൽ ഗോഡ് അവിടെ നിൽക്കുക. സോ ദൈവം മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ഹീസ് ഇൻ ദ ട്രൈനിറ്റി. ദാറ്റ് മീൻസ് ഇത് ഇൻഫിനിറ്റിലാണ്. ഹ്യൂമാനിറ്റിയോ മണ്ണിൽ നിന്ന് വന്നവൻ, മണ്ണിലേക്ക് പോകേണ്ടവൻ, ആ മനുഷ്യൻ ദൈവത്തിന് മുമ്പിൽ പാപം ചെയ്യുക. ആൻസലാം അതിനെ കൊണ്ടുവന്നെടുത്ത് ആ പാപം നിത്യപാപമാണ്, ആ ശിക്ഷ നിത്യശിക്ഷയാണ്. ആ നിത്യശിക്ഷ എന്ന ആൻസലാമിൻ്റെ പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ് എന്ന തിയറി നിലനിൽക്കുന്നിടത്തോളം കാലം ക്രൈസ്തവ സഭയ്ക്ക് നരകം അത്യന്താപേക്ഷിതമാണ്. മോസ്റ്റ് നെസസറി തിങ്സ് ഇൻ ദ ക്രിസ്ത്യൻ ഫെയ്ത്ത്. നരകത്തെ കൂടാതെ ഒരിക്കലും പോകാൻ പറ്റില്ല. അതുകൊണ്ട് നരകം നിശ്ചയമായിട്ടും ഈ തിയറി പഠിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ വേണം, നിർബന്ധമായിട്ട് വേണം. എന്നാലേ നിങ്ങളുടെ ദൈവം ജയിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവം ആകെ വഴിയാധാരമായി പോകും. കാരണം ദൈവത്തിൻ്റെ ആകെപ്പാട് പ്രശ്നമായി പോകും. നിങ്ങളുടെ ദൈവം, അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിക്കുന്ന ദൈവം, പി എസ് എയുടെ ബേസിൽ നിൽക്കുന്ന, ആ തിയറിയിൽ നിൽക്കുന്ന ദൈവം നിലനിൽക്കണമെങ്കിൽ നരകം എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാ. അപ്പം ദൈവത്തിൻ്റെ പോലും എക്സിസ്റ്റൻസ് നരകചിന്തയിലാണ് കിടക്കുന്നത്. അതിൻ്റെ നടുവിലോട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് പറയാം നരകമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെല്ലാം കൂടെ എന്നെ വെടിവെച്ച് കൊല്ലും. ഇപ്പം ഫേസ്ബുക്കിലൊക്കെ ആയതുകൊണ്ട് ആർക്കും ഒന്നും വെടിവെക്കാൻ പറ്റുന്നില്ല. ഞാനില്ലെന്നും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്കിതിനെ ആധികാരികമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ആദ്യം നമ്മളിൽ, ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിലെ പറഞ്ഞു, ദൈവസംബന്ധമായ നമ്മുടെ ചിന്തകൾക്ക് വലിയൊരു മാറ്റം സംഭവിക്കാതെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഈ ഛിദ്രതകൾ, ഈ ചിന്തകൾ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലും പറ്റത്തില്ല, ഒന്നിനെ ചോദ്യം ചെയ്യാൻ പോലും പറ്റത്തില്ല. കാരണം നമ്മൾ ഈ പ്രധാന വിഷയങ്ങളെല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന ആരുമായിട്ടാണ്? നമ്മുടെ ദൈവവുമായിട്ടാണ്. ഇപ്പം കാരണം ഏത് തിയറിയാണ് നടക്കുന്നത്? PS. നിങ്ങൾ ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ബ്രദറൻ സമൂഹത്തിൽ, ബാപ്റ്റിസ്റ്റ് സമൂഹത്തിൽ, പെൻഡക്കോസ്റ്റൽ സമൂഹത്തിൽ, ഇവാഞ്ചലിക്കൽ വേൾഡ് മൊത്തം, കാത്തലിക് വേൾഡ്, പ്രൊട്ടസ്റ്റന്റ് വേൾഡ്, എല്ലാ വേൾഡിലും അവരുടെ ബേസിക് തിയറി ആൻസലാമിൻ്റെ തിയറിയാണ്. പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ്, അതായത് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആണ്.
റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ പകരത്തിന് പകരം. പക്ഷെ എൻ്റെ കർത്താവിൻ്റെ ചിന്ത അതല്ല പ്രിയരെ. നമ്മുടെ ദൈവം ഈ അടിക്കടി എന്ന് പറയുന്ന ജാതികളുടെ ദേവനല്ല. ജാതികളുടെ ദേവന്മാരാണ് ഈ അടിക്കടി. അപ്പം നിങ്ങൾ എന്നോട് പറയും, ഒക്കെ ജോൺ ബ്രദറെ, പഴയ നിയമത്തിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിക്കണം. അവിടെ ദൈവമായിരുന്നില്ല ഇതൊക്കെ ചെയ്തത്. എവിടെയെങ്കിലും ഒരു കൊലപാതകമോ കുഞ്ഞുങ്ങളെ തല്ലിക്കൊല്ലുകയോ കുട്ടികളെയും ബാലന്മാരെയും സ്ത്രീകളെയും വെട്ടിക്കൊല്ലുകയൊക്കെ ചെയ്തതിൻ്റെയൊക്കെ കാരണം ഒരാളെയെങ്കിലും ദൈവം കൊന്നിട്ടുണ്ടോ? പഴയ നിയമത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. ഒരാളെ പോലും ദൈവം കൊന്നിട്ടില്ല. ദൈവം ഒരാളെ പോലും കൊന്നിട്ടില്ല. കൊന്നതെല്ലാം ദൈവത്തിൻ്റെ വെളിപ്പാട് പ്രാപിച്ച ജനങ്ങളാണ്. അതിനവര് ഒരു സപ്പോർട്ടീവായിട്ട് എടുത്തത് യഹോവ അരുളി ചെയ്തു, thus say the Lord, യഹോവ പറഞ്ഞു ഞാൻ ചെയ്തു എന്ന ആ ഒരു ഉറപ്പ്. മുഴുവൻ കൊലപാതകവും നടത്തിയത് ദൈവമല്ല. മുഴുവൻ കൊലപാതകങ്ങളും പഴയ നിയമത്തിൽ നടത്തിയത് ആ ജനതയാണ്. മുഴുവൻ അവർ ചെയ്തിട്ട് ഒടുവിൽ കൊണ്ടുവന്നിട്ട് ഈ ജയം മുഴുവൻ ആർക്കിട്ട് കൊടുത്തു? യഹോവ വാഴ്ത്തപ്പെട്ടവൻ, സീഹോനോടും ഓഗിനോടും അവരെ തകർത്ത് കളഞ്ഞ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ഞാൻ കുറ്റം പറയല്ല. സകല ജയവും ആരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുക? മഹാദൈവത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുക. മഹാദൈവത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ് കൊടുക്കുന്നത്. അവസാനം പുതിയ നിയമം വന്നപ്പോൾ നമ്മളിത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? എന്തോ ഒരു ദൈവമായത്. ഇപ്പൊ കണ്ട ഫേസ്ബുക്കിൽ തന്നെ ആളുകൾ പറയുന്നത് ഈ മോശയുടെ ദൈവം ഒരു മെനക്കെട്ട ദൈവമാണ്, മോശയുടെ ദൈവം ഒറിജിനൽ അല്ല, ഭൂമി വിഴുങ്ങി എന്നൊക്കെ പറഞ്ഞ. ശരിയാ, ഭൂമിയാ വിഴുങ്ങിയത്, ദൈവമല്ലല്ലോ വിഴുങ്ങിയത്. അല്ല ഭൂകമ്പം അങ്ങനെ ഉണ്ടായിക്കാണോ അവിടെ? ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ സോതോം ഗോമോറയിൽ നിന്ന് ഓടിക്കൊള്ളാൻ പറഞ്ഞത് കൊണ്ടാണ്. സോതോം ഗോമോറയിൽ നിന്ന് ഓടാൻ പറഞ്ഞതിൻ്റെ കാരണം സോതോം ഗോമോറയിൽ ഒരു വോൾക്കാനോ വരാം. അതായത് വോൾക്കാനോ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നല്ലോ, ഈ അഗ്നിപർവ്വതം പൊട്ടുക, ലാവ വരാൻ പോവുക, തീ കത്താൻ പോവുക, പട്ടണം നശിക്കാൻ പോവുക. അങ്ങനെ എന്തോ ഒരു കെമിക്കൽ ഫ്ലോ അവിടെ സംഭവിച്ചത്. ആകാശത്ത് നിന്നിങ്ങനെ തീയും ഗന്ധവും ഇങ്ങനെ അയച്ചു കൊടുക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഈ ഗന്ധകം ഇങ്ങനെ അങ്ങ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്രയോ ഈ എക്സ്കവേഷൻസ് സയൻസ് നടത്തിയിട്ടുണ്ടെങ്കിലും എത്രയോ കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ടുണ്ട്. റോക്കറ്റ് ആണെങ്കിലും ഏതെങ്കിലും ഒരു റോക്കറ്റോ ഏതെങ്കിലും ഒരു ഉപഗ്രഹങ്ങളോ ദൈവം തമ്പുരാൻ്റെ ഈ ഗന്ധകം സൂക്ഷിക്കുന്ന പെട്ടി എങ്ങനെ കണ്ടിട്ടുണ്ട്? ഒന്നും കണ്ടിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ ബൈബിളിൽ ഈ ഗന്ധകം സ്വർഗത്തിൽ നിറങ്ങും. നമ്മുടെയൊക്കെ ചിന്ത എന്താ? ദൈവം ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കവറിനകത്ത് ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് എല്ലാം ഇങ്ങനെ കത്തിപ്പോ. അങ്ങനെയാണ് നമ്മുടെ ദൈവം. അങ്ങനൊന്നും അല്ല എൻ്റെ ദൈവം. എൻ്റെ ദൈവം യേശുക്രിസ്തു വെളിപ്പെടുത്തിയ ദൈവം. യേശുക്രിസ്തു വെളിപ്പെടുത്തിയൊരു പിതാവുണ്ട്. ആ പിതാവ് ഏകജാതനായ പുത്രനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ ഏത് എക്സ്റ്റൻഷൻ വരെ സ്നേഹം വെളിപ്പെടുത്തുന്ന ഒരു അപ്പനെയാണ് കർത്താവായ യേശു വെളിപ്പെടുത്തുക. ആ ദൈവമാ ഒറിജിനൽ. അല്ലാതെ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, മോശ, ശൗമേല്, യെശയ്യാവ് ഇവരെല്ലാം കൂടെ പറഞ്ഞു കൊണ്ടുവന്നേക്കുന്ന ദൈവം, അത് വാസ്തവത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒറിജിനൽ ചിത്രമേ അല്ലെന്നേ. നമ്മുടെ ക്രൈസ്തവ സമൂഹം ഇത്രയും വൈരാഗ്യക്കാരും വാശിക്കാരും ഇത്രയും ദേഷ്യക്കാരും ഒക്കെ ആയത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ ഓൾഡ് ടെസ്റ്റമെന്റിലെ ദൈവസങ്കല്പം പഠിച്ചതുകൊണ്ട്. ഈ വെക്കുന്നവനെ കീറുന്ന ദൈവം, അവനെ കൊല്ലുന്നത്, ഈ ദൈവം തമ്പുരാൻ ഈ ആളെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് എങ്ങനെ മനസമാധാനത്തോടെ ഒരാളെ സ്നേഹിക്കാൻ പറ്റും? അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കർത്താവ് എന്താ പറഞ്ഞു?
മറുരൂപമലയിൽ യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെടുമ്പോൾ മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെടുക. ഈ മോസസ് എന്ന് പറഞ്ഞ ന്യായപ്രമാണത്തിൻ്റെ ഫുൾ പുസ്തകത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. എലൈജ എന്ന് പറഞ്ഞ പ്രവാചക പുസ്തകങ്ങളുടെ മൊത്തം റെപ്രസെൻറ്റ്. അപ്പോൾ ന്യായപ്രമാണം പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ പഴയ നിയമം. ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ നിൽക്കുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ പിതാവ് പറഞ്ഞത്, നോക്ക്, ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഹൂം ഐ എം വെൽ പ്ലീസ്ഡ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്ങൾ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിന്ന. ഈ മോശ പറയുന്ന, ഏലിയ പറയുന്നത്, ഇനി നിങ്ങൾ കേൾക്കാൻ പോണ്ട, നിങ്ങൾ എൻ്റെ പുത്രന് ചെവി കൊടുപ്പിൻ. ഇതാണ് സ്വർഗത്തിൻ്റെ ദൂത്. പഴയ നിയമ ഭാഗങ്ങളിൽ വെളിപ്പെടുത്തുന്ന ദൈവസങ്കല്പം നമ്മുടെ ബുദ്ധിയും കൂടെ കോർത്തിണക്കി ഒരു വീക്ഷണം കൊണ്ടുവന്നിട്ട്, അത് ദൈവം ഇങ്ങനെയാണ്, ദൈവം നീതിമാനാണ്. നീതിമാൻ എന്ന വാക്കിൻ്റെയൊക്കെ അർത്ഥം നമ്മുടെ ബുദ്ധിയിൽ വരുന്ന ചിന്തയല്ല, നമ്മുടെ ബുദ്ധിയല്ല ദൈവത്തിൻ്റെ ബുദ്ധി, നമ്മുടെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം. സോ ഗോഡ്സ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്. ഗോഡ്സ് ജസ്റ്റിസ് എന്ന് പറയുന്നത് റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ആണ്. ഇത് കേരളത്തിൻ്റെ പ്രബുദ്ധ കേരളം കേൾക്കേണ്ടതാണ്. ന്യൂ ടെസ്റ്റമെന്റിൽ വെളിപ്പെട്ട ദൈവനീതി ജീവകാരണമായ നീതീകരണം. വായിച്ചോ, ജീവകാരണമായ നീതീകരണം. ആ നീതീകരണത്തിനകത്ത് there is no anger, there is no judgment, nothing is there. എന്ന് പറഞ്ഞാൽ ജീവൻ പ്രദാനം ചെയ്യുന്ന നീതിയാണ്. അത് റിട്രിബ്യൂട്ടീവ് അല്ല, റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ആണ്. റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസിലാണ് നമ്മൾ പോകേണ്ടത്. പക്ഷെ നമ്മുടെ കേരള മണ്ണിൽ, ഇന്ത്യ രാജ്യത്ത് 98% ക്രൈസ്തവരും പ്രഘോഷിക്കുന്ന സുവിശേഷത്തിൻ്റെ ബാക്കിലെ ആ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ ആൻസലാമിൻ്റെ PSA തിയറിയാണ്. അടിക്കടി വിശ്വസിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ നരകം നിശ്ചയം. അത് വളരെ ഫെറോഷ്യസ് ആയിട്ട് നമ്മൾ പ്രസംഗിക്കുന്നത്. നമ്മുടെയൊക്കെ കണ്ണിൻ്റെ മുമ്പിലോട്ട് ഒരു നരകം കൊണ്ട് കാണിച്ചാൽ ആ കൂട്ടത്തിൽ ചിലതിനെ എടുത്ത് നമ്മൾ എടുത്തെറിയുന്ന നിലയിലുള്ള ചിന്തയിലാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ദൈവത്തെ സംബന്ധിച്ച കൃത്യമായ വ്യൂസ് നമുക്ക് വേണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പാഠമായി, യേശു പഠിപ്പിച്ച ദൈവം, യേശു വെളിപ്പെടുത്തിയ ദൈവം, യേശു കാട്ടിത്തന്ന പിതാവ്, യേശു തൻ്റെ ജീവിതത്തിലൂടെ മാതൃകയാക്കി വെളിപ്പെടുത്തി തന്ന പിതാവിൻ്റെ വെളിപ്പാട്, ആ വെളിപ്പാട് കൊണ്ട് നമ്മൾ പഴയ നിയമത്തിലെ ഭക്തന്മാരിൽ നിന്ന് ലഭിച്ച വെളിപ്പാടിനെ റീപ്ലേസ് ചെയ്യണം. ഏലിയാവിൻ്റെ ദൈവം ഒന്നും അല്ല ഇവിടെ. ഏലിയാവിൻ്റെ ദൈവം പ്രതികാരദാഹിയായ ദൈവം. ഏലിയാവിൻ്റെ ദൈവം പ്രതികാരദാഹിയായ ദൈവം. കാരണം കർമ്മേലിൻ്റെ മുകളിൽ തീയിറക്കുക. കർമ്മേലിൻ്റെ മുകളിൽ തീയിറക്കി യഹോവ തന്നെ ദൈവമെന്ന് കാണിച്ചു. അത്രയും പോരായിരുന്നു? അത്രയും പോരെ? തീയിറക്കിയിട്ട് യഹോവയാണ് സത്യദൈവമെന്ന് തെളിയിച്ചു. എന്നിട്ട് അടങ്ങണ്ടേ? അടങ്ങിയില്ല. ഏലിയാവിൻ്റെ അകം കത്തി, അകത്ത് ആ ഭീകരത കിടക്കുക. ആള് ഊരി പിടിച്ചിട്ട് ബാലിൻ്റെ പ്രവാചകന്മാരെയും അശേരപ്രതിഷ്ഠയുടെ പ്രവാചകന്മാരെയും 850 പേരെ കൊന്നു. 850 പേരെ കൊന്ന പ്രവാചകനാണ് ഏലിയാവ്. നിങ്ങൾ പഴയ നിയമത്തിൽ വായിച്ചിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞൊരു പദമുണ്ട്: ഒരു മനുഷ്യനെയും കൊല്ലരുത്, കാരണം അവൻ ദൈവത്തിൻ്റെ ഛായയിലും സ്വരൂപത്തിലും അത്രേ സൃഷ്ടിക്കപ്പെട്ടത്. 10 കൽപ്പന എഴുതി കൊടുത്തപ്പോൾ പറഞ്ഞു കൊല ചെയ്യരുത്, കൊല ചെയ്യാൻ പാടില്ല. പക്ഷെ പുസ്തകം മൊത്തം കൊലപാതകമാണ്. അതിന് എന്ത് ന്യായീകരണം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ കൽപ്പന ദൈവം എടുത്തത് ഉൽപ്പത്തിയിലെ ആ സൃഷ്ടിപരമായ ചിത്രത്തിലാണ്. കാരണം നിങ്ങൾ ഒരിക്കലും ഒരാളെ കൊല്ലാൻ പാടില്ല. ബിക്കോസ് യു ആർ ഡിസ്ട്രോയിങ് the image and likeness of God. You're destroying the image and likeness. When you are killing a man, Bible പറഞ്ഞത്, when you kill a man, that person has to be killed because he is destroying the likeness and image of God. എലൈജ 850 പേരെ കൊന്നു. ഈ ആൾ നമ്മുടെ പുതുനിയമത്തിൽ എങ്ങനെ മാതൃകയാക്കാൻ പറ്റും?
ഞാനിത് കുറേ നാളും കൊണ്ട് ചോദിക്കുക. ദാവീദിനെ എനിക്ക് മാതൃകയാക്കാൻ പറ്റില്ല. മോസസ് എനിക്ക് മാതൃകയല്ല. പഴയ നിയമത്തിലെ ഓരോറ്റൊരുത്തനും പുതുനിയമത്തിൽ ദൈവരാജ്യത്തിൻ്റെ സിറ്റിസൺസിൻ്റെ അയൽവക്കത്ത് താമസിക്കാൻ യോഗ്യരല്ല. ഇപ്പം മോശയുടെ ഫാൻസും എലിയാവിൻ്റെ ഫാൻസെല്ലാം കൂടെ ചാടി വരുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ തരുമ്പോൾ ഉടനെ താഴെ വന്നിട്ട് മോശയുടെ ബൈബിൾ, മോശയുടെ സങ്കീർത്തനം കീറാൻ പറഞ്ഞവനല്ലേ എന്നൊക്കെ എന്നെ ചെത്ത് വിളിക്കും. ഓൾഡ് ടെസ്റ്റമെന്റിലെ ഒറ്റ ഒരുത്തൻ ദൈവരാജ്യത്തിൻ്റെ അയൽവക്കത്ത് വരാൻ യോഗ്യതയില്ലാത്തവരാ. കാരണം ലോകം കണ്ട ഏറ്റവും വലിയ പുരുഷൻ യോഹന്നാൻ സ്നാപകനാണ്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ബൈബിൾ ഇങ്ങനെ പറഞ്ഞത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. പക്ഷേ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ ഈ യോഹന്നാനേക്കാൾ വലിയവനാണ്. എന്ന് പറഞ്ഞാൽ എലിയാവിനേക്കാളും മോശയെക്കാളും ദാവീദിനേക്കാളും ശമൂവേലിനേക്കാളും ശിംശോനേക്കാളും ഗിദെയോനേക്കാളും യെശയ്യാവിനേക്കാളും യെരമ്യാവിനേക്കാളും പഴയ നിയമത്തിലെ ദാനിയേലിനേക്കാളും ജോസഫിനേക്കാളും സകല പുള്ളികളെക്കാളും വലിയവൻ യോഹന്നാൻ സ്നാപകനാണ്. യോഹന്നാൻ സ്നാപകനെ നോക്കി നിർത്തിയിട്ട് ക്രിസ്തു പറയുക, എൻ്റെ രാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ ഈ യോഹന്നാനേക്കാൾ വലിയവനെന്ന് പറഞ്ഞാൽ ഈ പഴയ നിയമത്തിലെ ഭക്തന്മാരെ മൊത്തം ലിസ്റ്റ് എടുത്താലും കർത്താവിൻ്റെ രാജ്യത്തിലെ ലീസ്റ്റ് പേഴ്സൻ്റ് അരികിൽ വരാനുള്ള യോഗ്യത പോലും ഈ പഴയ നിയമത്തിലെ ഒരു ഭക്തന്മാർക്കും ഇല്ല. ആകാശത്തിന് തീയിറക്കിയാലും എന്ത് കാട്ടിക്കൂട്ടിയാലും അവരുടെ കോൺസെപ്റ്റിലാണ്, അവരുടെ ചിന്താഗതിയിലാണ് പുതിയ നിയമത്തിലെ വിശ്വാസികളായിരിക്കുന്ന ക്രൈസ്തവർ ഇന്ന് ദൈവത്തെ സങ്കല്പിച്ചു വച്ചിരിക്കുന്നത്. ഇന്ന് ക്രിസ്ത്യാനിയുടെ തലയിലിരിക്കുന്ന ദൈവം മോശയുടെ ദൈവമോ ഏലിയാവിൻ്റെ ദൈവമോ ഏതൊക്കെയോ ആളുകളുടെ ദൈവമാണ്. ഈ ക്രിസ്ത്യാനിയുടെ തലയിൽ ഈ ദൈവം ഇരിക്കുന്നിടത്തോളം കാലം നരകം ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അത്യാവശ്യ ഘടകമായിട്ട് ഇത് നിൽക്കണം. അതുകൊണ്ട് നിർബന്ധമായിട്ടും നരകത്തെ നിങ്ങൾ മാറ്റരുത്. നിങ്ങൾ നിശ്ചയമായിട്ടും നരകത്തെ സൃഷ്ടിക്കണം. അതിന് കുറച്ചും കൂടെ കാഠിന്യം വരുത്തുകയും വേണം. കാരണം നിങ്ങളുടെ ദൈവം സംരക്ഷിക്കപ്പെടുന്നത് ഈ ഒരു ചിന്താഗതിയിലാണ്. ദൈവം തമ്പുരാൻ ഒരു ഈവിൾ അവസാനിപ്പിക്കാൻ എറ്റേണിറ്റി വരെ വേണമെന്ന് പറയുന്നെങ്കിൽ ദൈവം തമ്പുരാൻ ഒരു പരാജയമായി മാറുന്നു എന്ന ചിന്ത നിങ്ങൾ മറക്കരുത്. ഓക്കെ, അതാണ് ആദ്യത്തെ വീക്ഷണകോൺ. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ വ്യൂ അബൌട്ട് ഗാഡ്. സെക്കൻഡ് വൺ, വ്യൂ അബൌട്ട് അറ്റോൺമെന്റ്. അറ്റോൺമെന്റ് എന്ന് പറഞ്ഞാൽ പ്രായച്ചിത്തം, ക്രൂശ് മരണം, കാൽവറി. അതൊരു വലിയ പ്രധാന വിഷയമാണ്. ക്രൂശിനെ കുറിച്ച് വളരെ ഗൗരവമായ പഠനങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. എല്ലാം കൂടെ വിശദീകരിക്കാൻ നമുക്ക് ഈ ലൈവിൽ സാധ്യമല്ല. ന്യൂ ടെസ്റ്റമെന്റിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ഒരു ഈസ്റ്റേൺ ഓർത്തഡോക്സ് വ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഏൻഷ്യന്റ് ചർച്ചിന്റെ ഒരു പഠനം. അതായത് ഈ വെസ്റ്റേൺ ഗോസ്പലിന്റെ വിഷൻ കലരാത്ത, വെസ്റ്റേൺ ഗോസ്പൽ ചപ്പാണ്, അത് പിൻപറ്റുന്ന സഭകളാകവും ഞാൻ തുറന്നു പറയാണ് ഉപയോഗശൂന്യമാണ്. ഇനി എത്ര നമുക്ക് ഇൻഹെറിറ്റൻസ് പറയാനുണ്ടെങ്കിലും ഈ കാലഘട്ടത്തിന് വെസ്റ്റേൺ തിയോളജി എന്ന് പറയുന്നത് ഒരു അനാവശ്യമാണ്. വെസ്റ്റേൺ തിയോളജി ഇന്ന് രാത്രി എല്ലാം കൂടെ അറബിക്കടലിൽ മുങ്ങിപ്പോയാലും അടുത്ത ചില മാസങ്ങൾ കൊണ്ട് ക്രിസ്ത്യാനിത്വം ഇന്നിരിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് ശക്തിയോടെ എഴുന്നേറ്റ് വരും. പക്ഷെ ക്രിസ്ത്യാനിത്വത്തിന്റെ ഇപ്പോഴത്തെ പ്രോബ്ലം, പാശ്ചാത്യ സുവിശേഷത്തിന്റെ കാലിന്റെ കീഴിൽ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്ന ആനയുടെ, അല്ലെങ്കിൽ പാശ്ചാത്യ സുവിശേഷം എന്ന ആനയുടെ ചോട്ടിക്കൊണ്ട് കെട്ടിയിരിക്കുന്ന ആട്ടിൻകുട്ടിയാണ് പൗരസ്ത്യ സുവിശേഷം അല്ലെങ്കിൽ ഈസ്റ്റേൺ ഗോസ്പൽ. ഈസ്റ്റേൺ സുവിശേഷത്തിന്റെ മഹത്വം നമ്മുടെ ലൈഫിനെ മാറ്റുമെന്ന് ഞാൻ എൻ്റെ ലൈഫിൽ 32 വർഷം കർത്താവായ യേശുവിൻ്റെ കൂടെ നടന്ന എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. മനുഷ്യ ഹൃദയത്തെ, ജീവിതത്തെ മാറ്റാൻ ഇതിനോളം ശക്തിയുള്ളൊരു തിയറി ഈ പ്രപഞ്ചത്തിൻ്റെ കീഴിലില്ല.
മനുഷ്യഹൃദയത്തെ ഇതുപോലെ സ്വാധീനിക്കാൻ കപ്പാസിറ്റിയുള്ള മനോഹരമായ ദൈവസങ്കല്പവും ദൈവത്തെ സംബന്ധിച്ച കൃത്യമായ വെളിപ്പാടും ലോക ജനതയ്ക്ക് കൊടുത്ത വേറൊരു സംവിധാനം ഈ പ്രപഞ്ചത്തിലില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ കാണുന്ന വെസ്റ്റേൺ ഗോസ്പൽ, ഈ ലോകത്തിലെ സകല പ്രൊട്ടസ്റ്റന്റ് സഭയും ഇന്ന് രാത്രി അടഞ്ഞു പോയാലും ഈസ്റ്റേൺ ഗോസ്പലിൻ്റെ അകത്തെ ഒരു വേര് മതി ലോകത്തെ കീഴ്മേൽ മറിക്കാൻ കപ്പാസിറ്റി ഉണ്ട്. ലോകത്തെ കീഴ്മേൽ മറിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. വെസ്റ്റേൺ ഗോസ്പൽ എന്ന വൻമരം ചെയ്യാൻ പറ്റാത്തത് ഈസ്റ്റേൺ ഗോസ്പലിൻ്റെ വേര് ഒരു ഇഞ്ച് വേര് കൊണ്ട് ലോകത്തെ അത്ര പെർഫെക്റ്റ് ആണ് അതിനകത്ത് തിയോളജി. ഞാൻ പറഞ്ഞില്ല, വെസ്റ്റേൺ ഗോസ്പൽ ഇവിടെ പ്രബലം. അതുകൊണ്ടാണ് ഇവിടെ യുദ്ധം, ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അരാജകത്വം, കുറ്റം പറച്ചിൽ, അപവാദം, തിന്മകള്, ദേഷ്യം, പക, വിദ്വേഷം, കയ്പ്, എന്തിൻ്റെ കുറവാ നമുക്ക്. എന്നിട്ട് പറയുന്നത് സ്നേഹനിധിയായ ദൈവത്തെക്കുറിച്ച്. അപ്പം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഹെല്ലെന്ന വിഷയത്തിൻ്റെ പഠനം മുമ്പോട്ട് പോകുമ്പോൾ നാം അറിയേണ്ട രണ്ടാമത്തെ വീക്ഷണം വാട്ട് അബൌട്ട് ദ അറ്റോൺമെൻറ്റ്. അറ്റോൺമെൻറ്റിനെ കുറിച്ചുള്ള പൊതുവായ വെസ്റ്റേൺ തിയോളജി എന്ന് പറയുന്നത് ക്രോസ് where God pour out his entire wrath. ദൈവം തൻ്റെ മുഴുവൻ കോപവും പുത്രന്റെ മേൽ ഊറ്റിക്കൊടുത്തതാണ് ക്രൂശ്. ഞാനങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ആധികാരികമായിട്ട് ഇത് അങ്ങോട്ട് പറയാൻ പോയാൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. ദൈവക്രോധത്തിൻ്റെ പൂർണ്ണത ക്രൂശിലാണ് വെളിപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, ദൈവത്തിനുള്ള ദേഷ്യം, മനുഷ്യനോടുള്ള മുഴുവൻ ദേഷ്യം എടുത്ത് ദൈവം ആരുടെ പുറത്തിട്ടു? യേശു ക്രിസ്തുവിൻ്റെ പുറത്തിട്ടു. അപ്പോൾ കുരിശ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ, ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്, കുരിശ് ഒരിക്കലും ഇസ് നോട്ട് ദ സൈൻ ഓഫ് ലവ്. മറിച്ച് എന്താണ്? കുരിശ് ദൈവത്തിൻ്റെ റൈച്ചസ്നെസ്സിൻ്റെ ചിഹ്നമാണ്. ലോങ് ഇയേഴ്സ് ഐ പ്രീച്ച്ഡ്, പക്ഷെ ഇത് പറയുമ്പോഴും എൻ്റെ മനസാക്ഷിയിൽ എവിടെയോ ആൻസർ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, അറ്റോൺമെൻറ്റ് നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? ദൈവം ഇതിപ്പം നിങ്ങൾ പറയുമ്പോൾ ഞങ്ങളൊന്നും അങ്ങനെ പറയുന്നില്ല, ചുമ്മാതാ. ഇന്ന് കേരളത്തിൻ്റെ മണ്ണി 99% ക്രൈസ്തവനും വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് ദൈവം തൻ്റെ കോപം തൻ്റെ പുത്രൻ്റെ മേലാക്കി നമ്മളെ രക്ഷിച്ചെന്ന് തന്നെയാണ്. പിന്നെ നമ്മളിത് പറയാൻ തുടങ്ങിയപ്പോൾ ആളുകൾ വന്നിട്ട് പറഞ്ഞു, അയ്യോ ഞങ്ങൾ അങ്ങനൊന്നും പറയുന്നില്ല. കർത്തൃമേശയുടെ പാഠം ആ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കേട്ടില്ലയോ? എന്തുകൊണ്ട് അവർ നമ്മൾ പറയുന്നത്? നമ്മൾ പറയുക എന്തുവാ? ദൈവകോപാഗ്നിയിൽ വെന്തെരിഞ്ഞ ഒരു ഗോതമ്പ് മണിയായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗത്സമനായിൽ വെച്ച് മെതിക്കപ്പെടുകയും ഗബദായിൽ വെച്ചവൻ പൊട്ടിക്കപ്പെടുകയും ഗോൽഗോദായിൽ വെച്ചവൻ ഒരപ്പമായി മാറുകയും ദൈവകോപാഗ്നിയിൽ വെന്ത്. ഇത് പറയാത്ത ഏത് പെന്തിക്കോസുണ്ട്, ഏത് ബ്രദറൻകാരനുണ്ട്, ഏത് പ്രൊട്ടസ്റ്റന്റുകാരനുണ്ട്, എല്ലാവരുടെ വായി വരുന്ന സന്ദേശം ദൈവക്രോധാഗ്നിയിൽ വെന്ത അപ്പമാണ് യേശു ക്രിസ്തു എന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് ആരുടെ പ്രൊഡക്റ്റാണെന്നറിയാമോ? ഇത് 11-ാം നൂറ്റാണ്ടിലെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ കാലത്ത് ജീവിച്ചിരുന്ന ആൻസലാം എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പിന്റെ കണ്ടുപിടുത്തമാണ്. ഈ കണ്ടുപിടുത്തം, ഈ പ്രൊഡക്റ്റാണ് ഇന്നത്തെ ക്രൈസ്തവ സഭയിൽ വളരെ നന്നായിട്ട് ഉപയോഗിക്കുക. ദൈവകോപാഗ്നിയിൽ വെന്തെരിഞ്ഞ ഗോതമ്പപ്പമാണ് യേശു ക്രിസ്തു. അറ്റോൺമെന്റ് തിയറി ചേഞ്ച് ചെയ്യണം. നമ്മുടെ ഗോസ്പലായി മാറി, ഇത് നമ്മുടെ സുവിശേഷമായിട്ട് മാറി. വാസ്തവത്തിൽ ദൈവം കോപം വെളിപ്പെടുത്തിയ സ്ഥലമാണോ കുരിശ്? അടുത്തത് പറയുന്നത് ദൈവം നീതിമാനാണ്, മനുഷ്യനെ സ്നേഹിച്ചിട്ട് തൻ്റെ പുത്രനെ ശിക്ഷിച്ചു. പുത്രനെ ശിക്ഷിച്ച സ്ഥലമാണോ കുരിശ്? അപ്പൊ തൃത്വത്തിന്റെ വാലിഡിറ്റി എന്തി? ട്രിനിറ്റിയുടെ പ്രത്യേകത 3 പേരും ഒരുപോലെ ഫംഗ്ഷൻ ആവുന്നു. അതിനകത്ത് ഒരാൾ അടിക്കപ്പെട്ടെങ്കിൽ 3 അടിക്കപ്പെടുകയാണ്. ഏവരും അടിക്കപ്പെടുകയാണ്. ബിക്കോസ് ഇൻ ദ ട്രിനിറ്റി ദർ ഇസ് നോ ഡൈവേർഷൻ.
പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഒരുമിച്ച മൂവ് ചെയ്യുന്നത്. കുരിശിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇപ്പം ഇതൊക്കെ പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ ഏൻഷ്യൻ്റ് ചർച്ചിൽ ഇത് പിക്ചറായിട്ട് വരും. ഓർത്തഡോക്സ് സഭകളിലൊക്കെ പിക്ചർ ഇങ്ങനെ വെക്കും. അതായത് കുരിശിങ്ങനെ കിടക്കുന്നു, യേശു കർത്താവ്, അതിന് പുറകിലൊരു വയോധികനായ ഒരു മനുഷ്യനെ കാണിക്കുന്നു, അതിൻ്റെ മുകളിൽ ഒരു പ്രാവിനെ കാണിക്കും. ഇതിപ്പോൾ ഇവിടുത്തെ പ്രൊട്ടസ്റ്റൻറ്റുകാർ, ഇവിടുത്തെ ചില വെസ്റ്റേൺ ഗോസ്പലിൻ്റെ തിയോളജിയന്മാർ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു ലൈവ് എടുത്ത് പറഞ്ഞു, ഇതെന്തൊരു കുരിശാ, ഒരാൾ കുരിച്ച് കിടക്കുന്നു, ഒരു കളവൻ മേളിൽ നിൽക്കുന്നു, ഒരു പ്രാവ് ഇറങ്ങി വന്നു. ഈ വിവരം കെട്ടവന്മാർക്ക് എന്തെങ്കിലും അറിയാമോ ഇതിനെക്കുറിച്ച്? ഈ വെസ്റ്റേൺ തിയോളജി എന്ന് പറയുന്ന ഈ വിഷക്കൂമ്പാരത്തിൽ ജീവിക്കുന്നവന്മാർക്ക് എനിക്ക് വിഷമം വരും ഇത് കേട്ടോ. കാരണം അതിൻ്റെ മനോഹാരിത അറിയാൻ വയ്യാതെ ഇതിനെ കുറ്റം പറയുന്ന ഈ വൃത്തികെട്ട ജന്തുക്കളെ ഇതൊന്നും എൻ്റെ യേശുവല്ലേ. ഒരു ചിത്രം, മാനവരാശി അന്നത്തെ ജനതയെ പഠിപ്പിക്കാൻ ആത്മീക പിതാക്കന്മാരുടെ ഹൃദയത്തിനകത്ത് ഉടയവൻ കൊടുത്ത വെളിപ്പാടാണ് ചിത്രം. ആ ചിത്രം മനസ്സിലാക്കണം. അപ്പം കുരിശിൽ യേശു ഒറ്റയ്ക്കല്ല, ആ കുരിശിൽ പിതാവ് ആ കുരിശിൻ്റെ പുറകിലുണ്ടെന്ന് നമ്മുടെ 2 കൊരിന്ത്യർ ലേഖനം 5 ക്രൂശിൽ പിതാവ് ലോകത്തെ തന്നോട് നിരപ്പിച്ചു പോകുന്നു പറഞ്ഞാൽ when Jesus Christ was on the cross, the daddy God behind the cross and he embraced the whole cosmos now. അപ്പൊ കുരിശിൽ കർത്താവിൻ്റെ കയ്യിൽ മാത്രമേ ഉള്ള ആണി. കുരിശിന്റെ പുറകിൽ നിൽക്കുന്ന നമ്മുടെ പിതാവായ ദൈവത്തിന്റെ കയ്യിൽ ആണി അടിച്ചിട്ടില്ല. ആ കരങ്ങൾ കൊണ്ട് അവൻ കോസ്മോസിനെ തന്നോട് നിരപ്പിച്ചു എന്നാണ്. അപ്പോൾ ആ കുരിശിൽ യേശു ഒറ്റയ്ക്കല്ല. അവിടെ കുരിശിൽ പിതാവ് പുത്രനെ ശിക്ഷിക്കുന്ന എന്ന PSIയുടെ തിയറിയല്ല. സഹായിക്കാനുള്ള പരിശുദ്ധ റൂഹായും ഒരുമിച്ച് സമ്മേളിച്ച സ്ഥലമാണ് കർത്താവിൻ്റെ സ്ലീബ, കർത്താവിൻ്റെ കുരിശ്. ആ കുരിശിൽ പിതൃപുത്ര പരിശുദ്ധ റൂഹായുടെ സംഗമമാണ്. ഇത് ആൻസലാമൻ അറിയത്തില്ല. ഇത് നമ്മുടെ വെസ്റ്റേൺ തിയോളജിയിൽ നിന്ന് അന്യപ്പെട്ടു പോയി. പരിഹസിക്കാൻ നമുക്ക് പറ്റിയത് കാണുമ്പോൾ കാരണം എന്തിന് പരിഹസിക്കണം? ഏതോ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധന്മാരുടെ ഹൃദയത്തിനകത്ത് ദൈവം കൊടുത്ത വെളിപ്പാടിനെ ചിത്രീകരിച്ചു വെച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തിന് പരിഹസിക്കണം? അതിനെക്കുറിച്ചുള്ള ഒരു ചൂട്ടിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ അതിനെക്കുറിച്ചുള്ള ഒരു നാരിൻ്റെ വെളിപ്പാട് ലഭിക്കാത്തവർക്ക് എങ്ങനെ പരിഹസിക്കാൻ പറ്റുന്നുണ്ട്? അറ്റോൺമെന്റ് തിയറിയിൽ വന്ന പാകപ്പിഴയാണ് നരകസങ്കല്പത്തിൻ്റെ വേരൂന്നി നിൽക്കുവാനായിട്ട് കാരണമായിരിക്കുന്നത്. കാരണം എന്താ? കോപം, ക്രോധം. ദൈവകോപം മൊത്തം പുത്രന്റെ മേലാക്കി. വിശ്വസിക്കുന്നവർക്ക് വിടുതൽ, വിശ്വസിക്കാത്തവർക്ക് എന്ത് ചെയ്യണം? പിതാവ് പുത്രന്റെ മേലിട്ടിരിക്കുന്ന അതേ ക്രോധം, അതേ കോപം നരകത്തിൽ അനുഭവിച്ചോണം. Once you turn, otherwise you burn. നമ്മുടെ സുവിശേഷ ഗോസ്പൽ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മനോഹരമായ സുവിശേഷം. ടേൺ ഓർ ബേൺ, തിരിയുക അല്ലെങ്കിൽ എരിയുക. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. നമ്മുടെ തിയറിയാണ്, അറ്റോൺമെന്റ് തിയറിയാണ്. ഞാനിതിനെല്ലാം കൂടെ കൂടുതലൊന്നും പറയുന്നില്ല. അടുത്തൊരു കാര്യം ഇവിടെ അതിനകത്ത് നോക്കി, ഇതെല്ലാം നമുക്ക് വിഷയങ്ങൾ ധാരാളം കേട്ടോ. ഞാൻ വലിയ വിഷയങ്ങളാണ് ഇതൊക്കെ. നമുക്കൊരു ലൈവിൽ വന്ന് പറഞ്ഞ് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ദൈവം അനുവദിക്കുന്നെങ്കിൽ ഈ സബ്ജക്റ്റുകളെല്ലാം കോൺഫറൻസുകളായിട്ടും മറ്റ് പഠന മാർഗങ്ങളായിട്ടും നിങ്ങളുടെ കരങ്ങളിൽ താമസിക്കാതെ എത്തേണ്ടതിന് പ്രാർത്ഥിക്കും. വാസ് ഗോഡ് പണിഷ് ജീസസ് ഇൻ ദ പ്ലേസ്? നമ്മുടെ പകരക്കാരനായിട്ട് യേശുവിനെ ശിക്ഷിച്ചു. ഇങ്ങനെ പഠിപ്പിക്കുന്നത്, എനിക്ക് പകരം അവൻ അടിക്കപ്പെട്ടു, എനിക്ക് പകരം അവൻ ശിക്ഷിക്കപ്പെട്ടു. എൻ്റെ മേൽ വരേണ്ട കോപം അവൻ്റെ മേലായി, എൻ്റെ മേൽ വരേണ്ട ദൈവത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേലായി. ഞാൻ അനുഭവിക്കേണ്ട നിത്യ നരകം അവൻ അനുഭവിച്ചു. ഈ ചിന്തയുടെ പേരാണ് പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ്. ദൈവത്തിൻ്റെ കോപം മൊത്തം കൂടെ പുത്രനെ മേൽ കാണിച്ചു. ദൈവം പുത്രനെ നോക്കിയിട്ട് പല്ല് കടിച്ചു, എന്നെ നോക്കി ചിരിച്ചു. അപ്പം നമ്മൾ മനസ്സിലാക്കണം, കുരിശ് നോക്കിയാൽ ഈ അപ്പൻ്റെ തനി സ്വഭാവം മനസ്സിലാവും. God is righteous and God is love. So we are making our own atonement theory. വാസ്തവത്തിൽ അത് പറയുന്നത് ദൈവം തൻ്റെ പുത്രനെ ക്രൂശിൽ കൊന്നുകളഞ്ഞു, തൻ്റെ പുത്രനെ ക്രൂശിൽ ശിക്ഷിച്ചു. പണിഷ്ഡ് ഓൺ ദ ക്രോസ്. ക്രോധത്തിൽ ദൈവകോപാഗ്നിയിൽ വെന്തരിഞ്ഞു. ഹല്ലേലൂയ.
പക്ഷെ nothing happened, brothers. Check the Bible. The first apostle on the day of Pentecost, he stood up with the 12. 11 പേരുടെ കൂടെ 11 ആളുകളുടെ കൂടെ എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, നിങ്ങൾ ക്രൂശിച്ച് കൊന്ന യേശുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ. ദൈവം കോപത്തിൽ വെന്തെരിഞ്ഞ യേശു എന്നല്ല, ദൈവം അടിച്ച യേശുവിനെ എന്നല്ല. നിങ്ങൾ വാസ്തവത്തിൽ ജോനാഥാൻ എഡ്വേർഡ് പ്രസംഗിച്ചു, സിന്നേഴ്സ് ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ആൻ ആംഗ്രി ഗോഡ്. പാപി കോപിക്കുന്ന ദൈവത്തിന്റെ കയ്യിലാണ്. ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നവർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചിട്ടുണ്ട്. ആ ഭയാനകമായ സന്ദേശത്തിന്റെ മുമ്പിൽ വിറങ്ങലിച്ച് നിന്നിട്ടുണ്ട് ജനം. ഭീഷണിയുടെ സ്വരം പോലെ തോന്നി ആളുകൾ ഒത്തിരി പേർ യേശുവിനെ തേടി വന്നു ഈ ഭയത്തിന്റെ മെസ്സേജ് കേട്ട്. പക്ഷെ ടുഡേ ഐ ആം ടെല്ലിങ് യു, sinners are not in the hand of an angry God, മറിച്ച് the loving God in the hand of an angry sinner. That is a true word. സ്നേഹനിധിയായ ദൈവം കോപിഷ്ഠരായ പാപികളായ മനുഷ്യരുടെ കയ്യിൽ. അതാണ് മെസ്സേജ്. കാൽവറിയിലെ ചിത്രം അതാണ്. കോപിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ പാപി എന്നല്ല, പാപിയായ മനുഷ്യന്റെ കയ്യിൽ സ്നേഹനിധിയായ ദൈവം. ഇതാണ് ക്രൂശിലെ ചിത്രം. യേശുവിനെ പിതാവ് കൊന്നതല്ല, മറിച്ച് മനുഷ്യർ കൊന്നു. യേശു പറഞ്ഞു, യേശു പറയാം, ഞാൻ യെരൂശലേമിലേക്ക് പോകുന്നു, പുരോഹിതന്മാരുടെ കയ്യിൽ, മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും കയ്യിൽ ഞാൻ ഏൽപ്പിക്കപ്പെടും. അവർ എന്നെ കൊല്ലും, ഞാൻ 3-ാമത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും. യേശുവിനെ പിതാവ് കൊല്ലുമെന്നല്ല പറഞ്ഞത്, റോമാക്കാര് യഹൂദന്മാര് കൊല്ലുമെന്ന. പിതാവായ ദൈവത്തിന്റെ സ്നേഹനിധിയായ പുത്രനെ കൊന്ന് കാൽവറിയുടെ മലയുടെ മുകളിലെ ക്രൂശിൽ തറച്ചത് ദൈവമല്ല. ആ മരണത്തിൽ ദൈവത്തിന് പങ്കില്ല, അതിൽ മാനവരാശിക്ക് മാത്രമേ പങ്കുള്ളൂ. കോപിക്കുന്ന മനുഷ്യന്റെ കയ്യിൽ സ്നേഹിക്കുന്ന ദൈവം, അതാണ് ട്രൂ അറ്റോൺമെന്റ് തിയറി. അല്ലാതെ കോപിക്കുന്ന ദൈവത്തിൻ്റെ പുത്രന്റെ പുറത്ത് കോപമിട്ട് നമ്മളെ സ്നേഹിച്ചു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ 2 മുഖം വെളിപ്പെടുത്തുകയല്ല. ദ ട്രൂ നേച്ചർ ഓഫ് അറ്റോൺമെന്റ്, ദ പണിഷ്മെന്റ് ഹാപ്പൻ ഓൺ ദ ക്രോസ് ഫ്രം മീ. നമ്മുടെ അതിക്രമം നിമിത്തം മുറിവേറ്റു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുമെന്ന് വിശ്വസിച്ചു. ആ വിശ്വാസം ഇന്ന് എല്ലാവർക്കും ഉണ്ട്. നമ്മളെല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. God never punished Jesus on the cross. ഞാൻ പറഞ്ഞല്ലോ, നരകം എന്ന തിയറിയുടെ ഫൗണ്ടേഷൻ സ്റ്റോണുകളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. മൂന്നാമത്തെ അപ്രോച്ച്, മൂന്നാമത്തെ കാര്യം, അതുപോലെ തന്നെ ക്രൂശ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഫൈനൽ ജഡ്ജ്മെന്റ് ഓഫ് സിന്നിൻ്റെ പേയ്മെന്റ്, സിൻ ഡെബ്സിൻ്റെ പേയ്മെന്റിൻ്റെ. അപ്പം വെസ്റ്റേൺ തിയോളജി നിങ്ങൾ കേട്ടാൽ മനസ്സിലാക്കും, അതിനകത്ത് പാപത്തിൻ്റെ പരിഹാരം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പാപത്തിന് പേയ്മെന്റ് കൊടുക്കുന്ന പേയ്മെന്റ്, മറുവില എന്ന വാക്കൊക്കെ തെറ്റിദ്ധരിക്കുക. ഞാനത് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. എന്തായാലും പേയ്മെന്റ് കൊടുക്കുക, പേയ്മെന്റ്. അപ്പം പേയ്മെന്റ് കൊടുത്താൽ പിന്നെ ഫോർഗിവ്നെസ്സിന് ആവശ്യമുണ്ടോ? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ഐ പേയിങ്, ഐ ഡോണ്ട് വാണ്ട് എനിബഡീസ് ഫോർഗിവ്നെസ്. അപ്പം മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് യേശു പേയ്മെന്റ് കൊടുത്തെങ്കിൽ മനുഷ്യരാശിക്ക് ആർക്കും ക്ഷമയുടെ ആവശ്യമില്ല. പേയ്മെന്റും ക്ഷമയും ഒരുമിച്ച് പോകില്ല. 1,00,000 രൂപ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ തരാനുണ്ടെന്നിരിക്കട്ടെ, 1,00,000 രൂപ തരാനിരിക്കുക, കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഞാൻ നിങ്ങളോട് അപേക്ഷിച്ചു എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ പറഞ്ഞു അടയ്ക്കണ്ട, ക്ഷമിച്ചിരിക്കുന്നു. ഇതിൻ്റെ പേരാണ് ക്ഷമ. എനിക്ക് അടയ്ക്കാൻ വയ്യാതിരിക്കുമ്പോൾ എൻ്റെ സ്നേഹിതന്മാരിൽ ഒരാൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് 1,00,000 രൂപ തന്നു. ആ 1,00,000 രൂപ വാങ്ങിച്ചിട്ട് നിങ്ങൾ എന്നോട് പറയാം, ജോണെ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞാൽ ആ ക്ഷമയ്ക്ക് 1 രൂപയുടെ വാല്യൂ ഇല്ല. കൈ മൊത്തം കാശ് കിട്ടിയാൽ ആർക്കും ക്ഷമിക്കാം. കയ്യിൽ കാശ് കിട്ടിയാൽ ആർക്കും ക്ഷമിക്കാം. കയ്യിൽ കാശ് കിട്ടാതെ കൊടുത്ത കാശിൻ്റെ നഷ്ടം സഹിക്കുന്നവൻ നൽകുന്ന ക്ഷമയാണ് ട്രൂ ക്ഷമ. മാനവരാശി ദൈവത്തോട് ചെയ്ത പാപത്തിനും പാതകത്തിനും അത് സഹിച്ച്, ആ വില മൊത്തം സഹിച്ച്, ആ കഷ്ടവും നഷ്ടവും മൊത്തം സഹിച്ച്
മാനവരാശിക്ക് ക്ഷമ കൊടുക്കുന്ന ക്ഷമയാണ് വേദപുസ്തകം പറയുന്ന ഒറിജിനൽ ക്ഷമ. പേയ്മെന്റ് ആൻഡ് ഫോർഗിവ്നെസ് വിൽ നെവർ ഗോ ടുഗദർ. വെസ്റ്റേൺ ഗോസ്പൽ പ്രീച്ച് ചെയ്യുന്നത് എന്താണ്? പേയ്മെന്റ് ഫോർ യുവർ സിൻ ഡെപ്റ്റ്. ഇതാണ് ഇവിടുത്തെ തിയറിയുടെ പ്രധാനപ്പെട്ട ഒരു തായ്വേരായിട്ട് നിൽക്കുന്നത്. ദൈവമല്ല തൻ്റെ പുത്രനെ ക്രൂശിൽ കൊന്നത്. വി പീപ്പിൾ, വി സിന്നേഴ്സ് ക്രൂസിഫൈഡ് ജീസസ് ഓൺ ദ ക്രോസ്. ക്രൂശിൽ വെളിപ്പെട്ട കോപം ദൈവത്തിൻ്റെ കോപമല്ല, മനുഷ്യൻ്റെ കോപമാണ്. അവൻ്റെ മുഖത്ത് ചാട്ടവാറ് കൊണ്ടടിച്ചത് ദൈവമല്ല. അവൻ്റെ മുതുക് ചാട്ടവാറ് കൊണ്ടടിച്ചത് ദൈവമല്ല. അവൻ്റെ മുഖത്തെ രോമത്തെ വലിച്ചു പറിച്ചത് ദൈവമല്ല. അവൻ്റെ മുഖത്തെ രോമങ്ങൾ ഓരോന്നായി വലിച്ചു പറിച്ചെടുത്തതും അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയതും കാരിരും പാണി കൊണ്ട് അവൻ്റെ കൈകളിൽ ആഞ്ഞടിച്ചതും തലയിൽ മുൾക്കിരീടം ചൂടിയതും ദൈവമല്ല. കോപിഷ്ഠരായ പാപികളുടെ സ്വഭാവം, അവരുടെ പാപത്തിൻ്റെ ക്ലൈമാക്സ്. ദാറ്റ് ഈസ് ദ ക്രോസ്. തിയറി ഓഫ് അറ്റോൺമെന്റ് ഹാസ് ടു ബി ചേഞ്ച്ഡ്. കോപിക്കുന്ന ദൈവത്തിൻ്റെ കഥ നിർത്തണം. ഞാൻ വേഗം പോവാ. മൂന്നാമത്തെ അപ്രോച്ച്, മൂന്നാമത്തെ ഫൗണ്ടേഷൻ. വൈ വി ആർ വെരി മച്ച് affected when we say there is no hell. The third one, our approach to the scripture. ദൈവവചനത്തിലോടുള്ള നമ്മുടെ അപ്രോച്ച്. നമ്മുടെ തിരുവെഴുത്തുകളെ നമ്മൾ കാണുന്ന നമ്മുടെ വീക്ഷണം, അതിനകത്ത് ഇമേജസ് ഉണ്ട്. ആ ഇമേജസിനെ നമ്മൾ ലിറ്ററലായിട്ട് എടുക്കുക. നമുക്കിഷ്ടമുള്ളതിനെല്ലാം നമ്മൾ ലിറ്ററലായിട്ട് എടുക്കും. നമുക്കിഷ്ടമുള്ളതിനെല്ലാം നമ്മൾ അക്ഷരം പ്രതി എടുക്കും. എന്നിട്ട് നമുക്കിഷ്ടമില്ലാത്തതിനെല്ലാം നമ്മൾ അലിഗോറിക്കലാക്കും. വളരെ സന്തോഷമുള്ളത്. ദൈവവചനത്തിനകത്ത് നമ്മളുമായിട്ട് പൊരുത്തപ്പെടുന്നതിനെയൊക്കെ നമ്മൾ എന്താക്കും? അക്ഷരികമായിട്ട്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. അക്ഷരം പ്രതി അങ്ങോട്ട് എടുത്ത് എല്ലാവരും നമ്മൾ കൊല്ലും. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ ചൂന്നെടുത്ത് കളക. അവിടെ നമ്മൾ പറയുമ്പോൾ അയ്യോ അങ്ങനെ കണ്ണ് ചൂന്നൊന്നും കളയണ്ട, അത് ആലങ്കാരികമാണ്. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ വേദോസത്തെ ഇഷ്ടമുള്ള പോലൊക്കെ വ്യാഖ്യാനിക്കും. You must know that what is the poetic language, prophetic language, apocalyptical language of the Bible. Number 2, you must know in which context that Bible was written and under which culture the scriptures were written. Culture is very much important. ബൈബിളിൻ്റെ കൾച്ചർ മനസ്സിലാക്കണം. നമ്മുടെ ഇന്ത്യയുടെ മലയാളത്തിൻ്റെ കൾച്ചറും കൊണ്ട് എബ്രായൻ്റെ കൾച്ചറിൽ എഴുതിയ ബൈബിൾ വായിച്ചാൽ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ പൊട്ടൻ ഉപദേശങ്ങൾ കിട്ടും. പൊട്ടൻ ഉപദേശം. What is the Bible says about baptism? Why baptism? നമ്മൾ പഠിപ്പിച്ച് ബാപ്റ്റിസം സ്വർഗത്തിൽ പോകാനുള്ള പാസ്ബുക്കാക്കി. യഹൂദന്മാരുടെ സ്വപ്നത്തിൽ പോലും അതില്ല. അതിന് വേറൊരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ് മീനിങ് ആണ്. I'm not neglecting that. There is a cultural meaning behind everything. In the Bible, scripture is not written in India. Scriptures were written in Israel under the Jewish people. ജനങ്ങൾ മൊത്തം ഇസ്രായേൽ ആളുകളാണ്. എഴുതിയത് അവിടെ വെച്ചാണ്. പല സ്ഥലങ്ങളിൽ വെച്ച് എഴുതി കാണും. പക്ഷെ പീപ്പിൾ, എഴുതിയ ആളുകൾ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ജൂയിഷ് കസ്റ്റം, ജൂയിഷ് കൾച്ചർ. You must know that. The language of the Bible. Hell എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമോ, there is no word hell in the Hebrew Bible or the Greek Bible. There is no hell. മലയാളത്തിലുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ കാണാം, ഈ കൊല്ലത്തെ മാമനും തിരുവല്ലയിലെ മാമന്മാരെല്ലാം കൂടെ എഴുന്നേറ്റ് വന്നിട്ട് എനിക്ക് ബൈബിൾ പഠിപ്പിക്കാൻ വരിക. എന്നോട് പറയാ, ബൈബിൾ അവിടെ ഉണ്ടായിരുന്നു, അവിടെ നരകമുണ്ട്, യോബ് നരകത്തിലുണ്ട്. ഈ മാമന്മാരെല്ലാം കൂടെ ഞാനിത് പറയുന്നതിന് മുമ്പ് ഇവർ പറയുന്ന വാക്യമല്ല പല പ്രാവശ്യം വായിച്ചതാണ്. ഇതുപോലെ പരസ്യമായിട്ട് നിന്നിട്ട് പൊട്ടത്തരം പറയാമെന്ന് എനിക്കറിയത്തില്ല.
അവർ ഞാൻ പൊട്ടത്തരമല്ല, ഒരു വാക്യത്തെ 10 പ്രാവശ്യം അനലൈസ് ചെയ്ത് അതിൻ്റെ എല്ലാ വീക്ഷണക്കോണും നോക്കിയ ശേഷമാണ് ഒരു കാര്യം എന്ന് പരസ്യമായിട്ട് പറയുന്നത്. അല്ലാതെ ഞാൻ സ്കൂളിൽ പഠിക്കാതെ 10ാം ക്ലാസ്സിൽ 3 പ്രാവശ്യം തോറ്റപ്പോൾ ബൈബിൾ എടുത്ത പുള്ളിയല്ല. അങ്ങനെ കുറച്ച് പിള്ളേർ വിചാരിക്കുന്നുണ്ട് നമ്മൾ ഈ പൊട്ടത്തരങ്ങളാണ് പറയുന്നത്. ഒരു പ്രാവശ്യം പോലും ബൈബിൾ വായിക്കാത്ത പുള്ളികളാണ് ഇത് പറയുന്നതെന്നുള്ളതാണ് രസം. കാരണം ഞാൻ പറയുന്ന ഓരോ കാര്യത്തിനും ഞാൻ ഉത്തരവാദിയാണ്, ദൈവം മുമ്പിൽ ഞാൻ കണക്ക് പറയേണ്ടതാണ്. അപ്പം നമ്മൾ ബൈബിളിനെ എങ്ങനെയാണ് കാണുന്നത്? ബൈബിളിലെ ലാംഗ്വേജ് എന്താ? എത്രയോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവർ പറയുന്നതല്ല ശരിയല്ലെന്ന്. അതിലേറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഈ മാളികമുറിയുടെ കഥ. മാളികമുറി പരിശുദ്ധാമ്മ ഇറങ്ങിയത്, മാളികമുറിയില്ല പരിശുദ്ധാമ്മ ഇറങ്ങിയത് തെളിയിക്കുന്നവൻ ഞാൻ 1,00,000 രൂപ തരും. ഞാൻ ചലഞ്ച് ചെയ്യുക, 100,500 പാട്ടും 10,500 പ്രസംഗമുണ്ട് മാളികമുറിയിൽ പരിശുദ്ധാമ്മ വന്നത് തെളിയിക്കാന്നവർക്ക് ഞാൻ 1,00,000 രൂപ തരുന്നതാണ് പരസ്യമായിട്ടാണ് പറയുന്നത്. മാളികമുറിയിൽ പരിശുദ്ധാമ്മ വന്നത് ഇത് നമ്മൾ തെളിയിച്ച് പ്രസംഗിച്ച, പക്ഷെ സമ്മതിക്കത്തില്ല. കാരണം നമ്മുടെ കോൺസെപ്റ്റിലെ നമ്മൾ ബൈബിൾ വ്യാഖ്യാനിക്കുന്നത്. നമ്മുടെ പാട്ടുകളെല്ലാം പോവും, വെള്ളത്തിൽ പോവും. അപ്പർ റൂം എക്സ്പീരിയൻസ്, 10 days ഇൻ ദ അപ്പർ റൂം. എവിടെയാണ് ബൈബിൾ എഴുതിയത്? 10 days അപ്പർ റൂം. ഇതൊന്നുമില്ല, ഇതെല്ലാം പൊട്ടത്തരം. ഇതൊന്നും ഒരു വിശ്വസിക്കുന്നില്ല. കാരണം ജനങ്ങൾക്ക് ഇതൊന്നും വിഷയമല്ല, പ്രസംഗർക്ക് ഇത് വിഷയമല്ല. ഇവരുടെയൊക്കെ വിഷയം ഇച്ചിരി പായ്ച്ചാണ്ട, ആരെ കമത്തിയാണെങ്കിലും കാശുണ്ടാക്കണം. കൃപാവരങ്ങളെ തെരുവിൽ വെച്ച് വ്യഭിചരിക്കുകയാണ്. കർത്താവിൻ്റെ കൃപാവരങ്ങളെ സൗജന്യമായിട്ട് കൊടുക്കേണ്ടതിനെ തെരുവിൽ വെച്ച് വേശ്യാവൃത്തിയിൽ ചെയ്യുകയാണ് ദിസ് പീപ്പിൾ. അത് വേറെ രസം. കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും കണ്ടൊരു വീഡിയോ ഉണ്ട്. ബാംഗ്ലൂരിൽ ഒരു വലിയ കർത്താവിൻ്റെ ദാസൻ. ഇതേക്കുറിച്ചൊന്ന് പറയണമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അങ്ങ് പറയാം. നമുക്കറിയാം അതെന്തും നീചമായ നിലയിലാണ് സംസാരിച്ചത്. ഇത്രയും വയസ്സായി, 10,000 വിശ്വാസികളുള്ള ഒരു സഭയിലെ വലിയ മനുഷ്യനാണ്. ഒരു വിവരമുണ്ടോ ഈ മനുഷ്യൻ? പിച്ചക്കാശാണോ? ഒരു ദൈവമക്കൾ കൊണ്ട് തരുന്ന 1 രൂപ പിച്ചക്കാശാണ്. പിച്ചക്കാശാണ്. എൻ്റെ വിഷയം അതല്ല, ഞാൻ തിരിച്ചു വരും. അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി ആളുകൾ ഇതിനകത്തുണ്ട്. ഇപ്പം ഇവരെ സംബന്ധിച്ചുള്ള ഇവർക്ക് സത്യങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. മാണി സാറിൻ്റെ വീട്ടിൽ നോട്ടൺ എന്ന മിഷൻ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ പാസ്റ്റർമാരുടെ വീട്ടിൽ നോട്ടൺ എന്ന മിഷൻ ഉള്ളതുകൊണ്ട് അയാൾ വലിയ സൂപ്പർ ഹീറോ ആണെന്നുള്ള വിചാരമാണ്. പന്നം പിടിച്ച ആളുകളാണ്. ബാംഗ്ലൂരിൽ ഇത്രയും മന്നോത്തികളുണ്ടല്ലോ എന്ന്. കേരളത്തിലെ സകല പ്രവാചകന്മാരും അവിടുത്തെ പ്രവാചകന്മാരാണ്, വലിയ പ്രവാചകനാണ്. കേരളത്തിലെ സകല പ്രവാചകന്മാരും ബാംഗ്ലൂരിൽ പ്രസംഗിക്കാത്ത പ്രവാചകന്മാരില്ല. പ്രൊഫറ്റ് എന്ന് പേരുള്ള ഒരു ട്രെയിൻ, ഇപ്പോൾ ഇന്ത്യയിലെ ഗവൺമെൻറ് പറയാം, പ്രൊഫറ്റ് എന്ന് പേരുള്ള ഒരു ട്രെയിൻ ഇന്ത്യയിലെ ഒന്ന് ഇറക്കിയാൽ, അങ്ങനെ ഒരു പേരുള്ളൊരു ട്രെയിൻ ഇറക്കിയാൽ അതിൻ്റെ പാളം അവർ ആ പള്ളിക്കകത്തോട് കിട്ടും. പന്നം പിടിച്ച ജനങ്ങളാണ്. കാരണം ഇവരുടെയൊക്കെ മനസ്സ് അത്ര കൂറ്. ഇവർക്ക് സത്യമൊന്നും അറിയണ്ട. ഇവരൊക്കെ സത്യം പ്രസംഗിക്കാമെന്നങ്ങ് വരുത്തുക. കബളിപ്പിക്കുന്ന ലോകത്ത്, അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ലോകത്ത്, ഭോഷ്ക് പ്രചരിക്കുന്ന ലോകത്ത് സത്യങ്ങൾക്ക് അർത്ഥമില്ല. ബൈബിളിനെ എടുക്കേണ്ട രീതി നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, ബൈബിൾ എബ്രായ വ്യൂവിലാണ് മനസ്സിലാക്കേണ്ടത്. എബ്രായ വ്യൂവിൽ മനസ്സിലാക്കണം. അപ്പൻ്റെ മോനോടെ പൈസ എണ്ണി, ശരിയാ. ഇവൻ്റെയൊക്കെ പൈസ എന്ന് പറഞ്ഞാൽ ആകാൻ തൻ്റെ കൂടാരത്തിൽ നിന്ന് കുഴിച്ചെടുത്തതുപോലെയാണ്. ഞാൻ ഒരു കാര്യം ഇവിടെ എന്തായാലും ഇതിനിടയ്ക്ക് കയറി പറയാം, ഇതൊന്നും എൻ്റെ വിഷയമല്ലെങ്കിൽ ഒരു കാര്യം പറയാം. പണത്തിന് വേണ്ടി, പണമോഹത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന ഒരു പ്രവാചകനെയോ ഒരു പാസ്റ്ററെയോ ഒരു ഇവാഞ്ചലിസ്റ്റിനെയോ ദൈവം അംഗീകരിച്ചതല്ല. ദേ ആർ ദ സെർവൻസ് ഓഫ് മാമോൻ. അതേസമയം സുവിശേഷത്തിൻ്റെ വേലക്കാർ സുവിശേഷത്തിൻ്റെ പണം കൊണ്ട് തന്നെ ജീവിക്കുന്നത്. ഞാൻ വളർന്നു വന്നത്, ചെറിയ പ്രായം മുതൽ വന്നത്, സുവിശേഷത്തിൻ്റെ വിലമതിക്കാനാകാത്ത നന്മകളുമുണ്ട്. എൻ്റെ ശരീരത്തിൽ ഓടുന്ന രക്തം, എൻ്റെ വളർച്ച,
സുവിശേഷം നിമിത്തമാണ് ഞാൻ വളർന്നത്. ദൈവമക്കളും തന്ന നന്മ കൊണ്ട് തന്നെ വളർന്നത്. അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. നിനക്ക് ജോലി ചെയ്തുകൂടാന്ന് ചോദിക്കുന്നവന്മാർ കാണും. എൻ്റെ ജോലിയാണിത്. എൻ്റെ ആയുസ്സും ആരോഗ്യവും സൗഖ്യവും എൻ്റെ സുഖവും എല്ലാം സുവിശേഷത്തിന് വേണ്ടി കൊടുത്തത്. അതാണ് എൻ്റെ ജോലി. ആ ജോലി ചെയ്താണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ചെയ്യുന്ന ജോലി യേശു ക്രിസ്തുവിൻ്റെ വേലയാണ്. ഉത്തരവാദിത്തോടാണ് ചെയ്യുന്നത്. അപ്പം ഈ പണത്തിന് വേണ്ടി നിൽക്കുന്ന ഒത്തിരി എണ്ണമുണ്ട്. നമ്മുടെ വിഷയം അതല്ലല്ലോ. പിന്നെ ഇവരെയൊക്കെ കാണുമ്പോൾ നരകം ഉണ്ടെന്നങ്ങ് പ്രസംഗിക്കാൻ എനിക്കൊന്ന് തോന്നും. സത്യം പറ ഉണ്ട്. ഒരു പുതിയ നരകം എവിടെയെങ്കിലും ഒന്ന് വെട്ടണമെങ്കിലും തോന്നും. ഗോയിങ് ആഫ്റ്റർ മണി, പ്ലീസിങ് പീപ്പിൾ. കാശുകാരനെ കണ്ടാൽ അവനെ കണ്ട വിടത്തില്ല. കോട്ടയത്ത് ഒരാളെ കുറിച്ച് എന്നോടൊരിക്കൽ ഇങ്ങനെ പറഞ്ഞത്, കോട്ടയത്ത് കുറേ വലിയ ആളുണ്ട്, വലിയ ആളല്ല, ഇച്ചിരി താഴെയുള്ള ഒരാൾ എന്നോട് പറഞ്ഞത്, ഒരുത്തൻ്റെ പോക്കറ്റിൽ 1000 രൂപയുടെ നോട്ട് ഇരിക്കുന്നത് കണ്ടാൽ അടുത്ത 5 മിനിറ്റിനകത്ത് ഇവൻ പ്രാർത്ഥിച്ച് ആ 2000-ന്റെ 1000-ന്റെ നോട്ട് ഇവൻ്റെ പോക്കറ്റിലെത്തിക്കും. അത്ര വില്ലന്മാരുണ്ട്. Nowadays the prophets, the ministers of God, the healing evangelists, they're going after money. They are not the servants of the Almighty God. They are the servants of Mammon. കഴിഞ്ഞ 3 മാസം സഭകളെല്ലാം തുറന്നില്ല. സഭയിലെ തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കുന്ന കർത്തൃദാസന്മാർ കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ല. നിങ്ങൾ അവർക്ക് ജോലി ചെയ്തൂടെ, അവർ ജോലി ചെയ്തുകൊണ്ടാണ് നീ പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ ജോലിക്ക് പോയിരുന്നത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റൂ? ആയിരക്കണക്കിന് കർത്താവിൻ്റെ വേലക്കാർ കഞ്ഞിയും കുടിച്ച് പയറും കുടിച്ച് ആരോടും പറയാതെ അവരുടെ മക്കളും ആ ഭാര്യയും അവരുടെ വീടിനകത്ത് സ്തോത്രം പറഞ്ഞിരിക്കുക. I am ashamed of to be called as a pastor. ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ ഒരു പാസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്നതിന് എനിക്ക് ക്ഷേമാണ്. തലയിൽ ഒരു മുണ്ടെടുത്തിട്ട് ജീവിക്കണം തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ, സത്യങ്ങൾക്ക് വിലയില്ല. വചനത്തെ പറഞ്ഞ തിരുവെഴുത്തുകൾ ഞാൻ ഉദാഹരണം പറഞ്ഞതേ, തിരുവെഴുത്തുകൾ സത്യം പറഞ്ഞാൽ ആർക്കും വിഷയമില്ല, ആർക്കും സത്യത്തിന് വിലയില്ല. എന്നിട്ട് അവർ പറയും ഞങ്ങൾ സത്യമാണ് പറയുന്നത്. സത്യം ഒന്നേ ഉള്ളൂ, അത് ജനത്തെ അസത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നതാണ്. അസത്യം ഒരു ബന്ധനമാണ്, ഇഗ്നോറൻസ് ആണ്, അത് ഡാർക്ക്നെസ് ആണ്. ആ ഡാർക്ക്നെസ്സിന്റെ മേൽ വന്നു വീഴുന്ന വെളിച്ചമാണ് സത്യത്തിന്റെ പ്രഭ. ഞാൻ ഉദാഹരണം പറയാം പ്രിയരെ. ഒരുപക്ഷെ കർത്താവിൻ്റെ വേലക്കാർക്ക് നിങ്ങൾ ഒരിക്കലും അവർ പണിയില്ലാതിരിക്കുന്ന ഒന്നും നിങ്ങൾ മനസ്സുകൊണ്ട് പോലും പറയരുത്, പറയാൻ പാടില്ല. അവർക്ക് കഴിവില്ലാഞ്ഞിട്ടോ ആരോഗ്യമില്ലാഞ്ഞിട്ടോ അല്ല, അവർ യേശുവിൻ്റെ രാജ്യം നിമിത്തം സുവിശേഷം നിമിത്തമാണ് നിൽക്കുന്നത്. അവരെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. ഒരു സാധുവായ ഒരു ദൈവദാസനെ കുറിച്ച് കേട്ടോളോ കേട്ടില്ലോ, യു മസ്റ്റ് ഗോ ആൻഡ് ഹെൽപ്പ് ദം. ആക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നവരെയൊക്കെ വിട്ടേരെ. പാവപ്പെട്ടവനെ കൈവിടരുത്, സാധാരണക്കാരെ കൈവിടരുത്, സാധുക്കളായ ദൈവദാസന്മാരെ കൈവിടരുത്, വിടരുത് പ്ലീസ്. ഒരിക്കലും വേദോസം നിങ്ങളുടെ ഇടയിൽ ലേവിയെ മറക്കരുത്. Do not forget them. As a man of God, as a minister of God, I know what is the pains, what are the insecurity, what are the problems we are going through. You do not know. നിങ്ങൾക്കാർക്കും അറിയത്തില്ല. ഓരോ ദൈവമനുഷ്യൻ എന്ന നിലയിൽ പോകുന്ന വേദനകൾ, ഭയങ്ങൾ, ആശങ്കകൾ, thousands and thousands are there. ഇതിൻ്റെ നടുവിൽ എല്ലാവരുടെ ആക്ഷേപം, പക, അയ്യോ ആക്ഷേപം. എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് പറയും, നിനക്ക് എന്താടാ വാർക്കപ്പണിക്ക് പോക്കൂടെ? എടാ വാർക്കപ്പണി അല്ലടാ, ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഇവിടുത്തെ ഏറ്റവും നല്ലൊരു എഞ്ചിനീയറിംഗ് പൊസിഷനിൽ ഞാൻ എത്തിയാനേ, ഒരു എംടെക്കുകാരനായി മാറിയേനെ. അല്ല, എനിക്ക് വാർക്കപ്പണിയല്ല. അത് പറയാണ്. ഈ ആക്ഷേപമല്ല നമ്മൾ കേൾക്കുക. എഗൈൻ ആൻഡ് എഗൈൻ വി ആർ ഹിയറിംഗ് ദാറ്റ്. സോറി കേട്ടോ, സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോയി, ഇച്ചിരി വികാരത്തിലായി പോയതാണ്.
ഇതാ എനിക്ക് വേണ്ടിയല്ല കേട്ടോ, ഒത്തിരിയും കർത്താവിൻ്റെ മക്കൾക്ക് വേണ്ടി ഞാനൊക്കെ സംസാരിച്ചതേ ഉള്ളൂ. The persons, those who are seeing the Bible in different way, okay, approaching the scripture. The fourth one I want to finish now. Our personal need. നമ്മുടെ പേഴ്സണലായിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്, അതും നരകത്തിൻ്റെ ഒരു ആവശ്യമാണ്. അപ്പം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ നരകങ്ങളുണ്ട്. ദാറ്റ് ഈസ് അവർ പ്രൈവറ്റ് ഹെൽ. ഈ പ്രൈവറ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ പോലെ പ്രൈവറ്റ് ഹെല്ലുണ്ട്. അതായത് നമ്മുടെ എതിരാളികളെ നരകത്തിൽ ഇടുന്നത് കാണാൻ കൊതിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ട്. സത്യമായിട്ടുമില്ലേ? നമ്മുടെ എതിരാളികളെയൊക്കെ ദൈവം നരകത്തിട്ട് പൊരിക്കുന്ന കാണാനൊരു സന്തോഷമില്ലേ? ഒരുപാട് നരകങ്ങൾ പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ്, പ്രൈവറ്റ് നരകങ്ങൾ. നമ്മുടെ ദൈവം നീതിമാനും വിശുദ്ധനുമാണ്. അപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു നിർത്താം. നമ്മുടെ അയൽവക്കക്കാരൻ നമ്മൾ എത്ര പറഞ്ഞിട്ട് സുവിശേഷം വിശ്വസിക്കുന്നില്ല, നമ്മുടെ പള്ളി വരുന്നില്ല, അവൻ ആ പാട പ്രശ്നമാണ്. അവൻ ഒരിക്കലും നമ്മുടെ വാക്ക് കേൾക്കുന്നില്ല. അവനെ സ്വർഗത്തിൽ നമുക്ക് കാണാൻ പറ്റുമോ? നമ്മുടെ അയൽവക്കത്തെ ഹിന്ദു അന്യദേവനെ സേവിച്ചിരുന്ന ആൾ, നിങ്ങൾ സ്വർഗത്തിലെത്തുമ്പോൾ അദ്ദേഹം സ്വർഗത്തിൽ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നാൽ, വാട്ട് യു ഫീൽ? ആർ യു ഓക്കെ? ഹാപ്പി ആവോ? വാട്ട് യു ഫീൽ? ആ ക്രൈസ്തവൻ നമുക്ക് മുമ്പേ സ്വർഗത്തിലെത്തിയത് കണ്ടാൽ നമ്മുടെ മനസ്സാക്ഷി എന്തുണ്ടാവും? നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകുന്നില്ല. അതിൻ്റെ പേരാണ് സ്വർഗം. നമ്മുടെ ഹൃദയത്തിനകത്ത് ഇതായിരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് കൂടെ ജീവിച്ചുകൂടായിരുന്നോ, എന്തിനാണ് ഞങ്ങൾ ഇതൊക്കെ വിട്ട് കളഞ്ഞു വന്നേ, എന്തിനാണ് ഞങ്ങൾ വിശുദ്ധി ജീവിച്ചതെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അകം കത്തുന്നെങ്കിൽ ഓർത്തോണം, ആ ഹൃദയം ഉണ്ടല്ലോ, അതാണ് നരകം. അതാണ് നരകം. നരകം ഓരോ ആളുകളുടെ ഹൃദയത്തിൽ തന്നെയാണ് ആദ്യം ഉണ്ടാകുന്നത്. നമ്മുടെ എതിരാളികളെ നമ്മൾ ഇട്ട് ദഹിപ്പിക്കുന്ന ഒരു നരകം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ട്. അതാണ് സത്യത്തിൽ നരകം. ആ നരകമാണ് നമ്മളിൽ തിയോളജിക്കലി ഫ്രെയിമിലൂടെ കൊണ്ടുവന്നിട്ട് ഒരു നരകത്തെ നമ്മൾ സൃഷ്ടിക്കുന്നത്. സോ ദാറ്റ് മീൻസ് എവ്രിബഡി ഹാവ് അവർ ഓൺ ഹെൽ. നമ്മുടെ എതിരാളികൾ, നമ്മുടെ അയൽവക്കക്കാർ, നമ്മുടെ പള്ളി വരാത്തവർ, നമ്മുടെ വാക്കുകൾ വിശ്വസിക്കാത്തവർ, ഒത്തിരി 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 ആളുകളെ നമ്മൾ ആ നരകത്തിനകത്തിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുക. എവ്രി ഡേ ദേ ആർ ബേണിംഗ് ഇൻസൈഡ് ഓഫ് ദ ഹെൽ, ബിക്കോസ് വി ourselves carry a hell in our heart, the hell of bitterness, revengeful heart. You won't accept any sinner in heaven. ദൈവം ഒരു പാപിയെ നരകത്തിൽ കൊണ്ടുപോയ പോലും നമ്മുടെ പ്രസംഗം കണ്ടില്ലേ, സ്വർഗം ഖാലിയായിട്ട് കിടന്നാലും ഒരു പാപി പോലും സ്വർഗത്തിലെത്തത്തില്ല. കേട്ടിട്ടില്ല നിങ്ങൾ പ്രസംഗിക്കുന്നത്? സ്വർഗം ദൈവം കാലിക്കിട്ടാലും ഒരു പാപി കയറത്തില്ലെന്ന്. എന്താ സന്തോഷം! ഇവരൊക്കെ പ്രസംഗിക്കുന്നത് സ്വർഗം കാലിയായിട്ട് കിടന്നാലും ഒരു പാപി എത്തത്തില്ലെന്ന് പറഞ്ഞാൽ അത്ര ഫെറോഷ്യസ് ആണ് ഇവർ. പാസ്റ്റർമാരാണോ അതോ ഈ ഡോബർമാൻ പട്ടിയാണോ? ഈ ഡോബർമാനാണ് ഏറ്റവും ഫെറോഷ്യസ് ആയിട്ടുള്ളത്. റോട്ട് വെയിലർ എന്ന് പറഞ്ഞൊരു പട്ടിയുണ്ട്, ഭയങ്കര കോപിഷ്ടനാണ്. ആ നിലയിൽ നമ്മൾ പ്രസംഗിക്കുക. ബിക്കോസ് വി ഹാവ് അവർ ഓൺ ഹെൽ. നമ്മുടെ പ്രൈവറ്റ് ഹെല്ലാണ്. അപ്പം 4 കാര്യമാണ് ഞാനിന്ന് പറഞ്ഞത്. ഒന്ന്, our perspective or our view about God. Second, our view about the atonement or the cross. Third one, our view about scripture. And fourth one, our view നമുക്ക് തന്നെയുള്ള നമ്മുടെ തന്നെ need. Our perspective about hell, private hell. Everybody, most of them are carrying a hell inside of the heart.
your enemies, the people, those who are opposing you, they are burning in that heart every day. This eternal hell പോലെ അകത്ത് കിടക്കുക. നമ്മൾ ആരെയും സ്വതന്ത്രമാക്കിയിട്ടില്ല. ഫൊർഗീവ്നെസ് ഉണ്ട്, പക്ഷെ ഫൊർഗീവ്നെസ് കൊണ്ട് കാര്യങ്ങൾ മാറിയിട്ടില്ല. സ്റ്റിൽ that persons are burning inside of your heart because you are a revengeful person carrying that hell inside of the heart. It's a very pathetic condition, my dear brothers and sisters. So we are on the way to learn hell from the Bible, what the Bible says about hell. The last few, ഇത്രയും സമയം നിങ്ങൾ എൻ്റെ പുറകിൽ എന്നോട് കൂടെ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എൻ്റെ ലൈവ് കുറേ നീണ്ടുപോകുന്നു എന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഞാൻ ശ്രമിച്ചിട്ടും ചിലത് തീരുന്നില്ല. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ചിന്തകൾ നിങ്ങൾക്ക് മാറ്റുക. നിങ്ങളുടെ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ക്രൂശിനെക്കുറിച്ച് ചിന്തകൾ, ബൈബിൾ വാക്യങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ, നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കുക. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ളൊരു ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരു വൈരാഗ്യത്തിൻ്റെ ഒരു നരകം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഇന്ന് രാത്രി തന്നെ ആ ഹൃദയത്തോട് പറ, there is no hell. First of all, you have to say to your conscious, your heart, there is no hell. പുറത്തെ ഹെല്ലിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, നിൻ്റെ അകത്ത് അതില്ലെന്ന് പറയണം ധൈര്യമായി. I bless you, dear brothers and sisters. I bless you all. ഇത്ര നേരം എന്നെ വാച്ച് ചെയ്ത് എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. ബാബുരാജ് ബ്രദർ അഗെയിൻ കമ്മിങ് ആൻഡ് വാച്ചിങ്. വർഗീസ് ലോറൻസ് ലേറ്റായി പോയി തീർന്നു. ബിബിൻ ഇമാനുവേൽ, താങ്ക് യു ബ്രദർ. ദീപക് ബാബു, പ്രൈസ് ബിനിൽ ബാബു, സ്മിത സിസ്റ്റർ, വി ആർ മിസ്സിങ് യു ഡിയർ. നിങ്ങളെല്ലാവരെയും മിസ് ചെയ്യുന്നു. കുര്യാക്കോസ് ഗ്രൂപ്പ്, അനിൽകുമാർ പൂന്തുറ, ഐ ലവ് യു മാൻ. രജനി സിസ്റ്റർ, സെൽവം, അനീഷ് കെ ഉമ്മൻ, ഷാജി ബന്നി, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. റോബിൻ വോഗീസ് വടക്കേതിൽ, താങ്ക് യു. ഇവാഞ്ചലിസ്റ്റ് FCI, വണ്ടർഫുൾ നെയിം ആണല്ലോ FCI. കൊച്ചിക്കാരൻ തോമസ് ബ്രദർ, അനിൽ ആൻ്റണി, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് ഓൾ. ഞങ്ങളെല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. പ്രത്യേകിച്ച് കോതമംഗലത്ത് നിന്ന് പ്രിയ ഷെർലി ആൻറ്റി, എല്ലാവരും ഉണ്ടായിരുന്നു. താങ്ക് യു വൺസ് അഗെയിൻ. നമുക്ക് വീണ്ടും ഈ ചിന്തയുടെ അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. ദൈവം കൃപ തരട്ടെ. കൂടുതലായി ഞാൻ പറഞ്ഞു, ദീസ് ഡേയ്സ്, ദ ഡേയ്സ് ഓഫ് റിഫൈൻമെൻറ്റ്, റീഡിങ് ദ ബൈബിൾ ആൻഡ് സ്പെൻഡിങ് ടൈം വിത്ത് ഗോഡ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ എഗെയിൻ. നമ്മൾ ഈ റെവലേഷനിൽ ഓടുകയാണ്. നമ്മൾ ഈ ദൈവവചനത്തെ ഇനി നാളെ മുതൽ ഐ ഗെറ്റ് ഇൻ ടു ദ വേർഡ് ടു നോ. നമ്മൾ വചനത്തിലേക്ക് തന്നെ തിരിഞ്ഞു പോകും. പോയിട്ട് റെഫറൻസുകൾ നമ്മൾ ബൈബിളിൽ തന്നെ എടുക്കുകയാണ്. ബൈബിളിൻ്റെ ഭാഷയെ നമ്മൾ കൈകാര്യം ചെയ്യും. അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളത്തെ ഈവനിങ്ങിൽ നിർബന്ധമായിട്ട് നമുക്ക് ലൈവിൽ ഉണ്ടാകാം. മറ്റുള്ളവരെ കൂടെ നിങ്ങൾ അതിലേക്ക് കൊണ്ടുവരിക. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. എല്ലാവർക്കും ശുഭരാത്രി. ദൈവം അനുഗ്രഹിക്കട്ടെ.